നമസ്കാരം, എല്ലാവർക്കും കൂട്ടക്ഷരങ്ങളുടെ ലൈവ് ക്വിസിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ആരൊക്കെയാണ് ഉള്ളത് ഇവിടെ? ഹലോ ഓൾ, ഹലോ, എല്ലാവരും ഓടി വരൂ. കൂട്ടക്ഷരങ്ങളുടെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരാള് വന്നു. ഹായ്, ആരാണ് വന്നിട്ടുള്ളത് നോക്കട്ടെ. കാണുന്നില്ലല്ലോ. ആരോ ഒരാൾ കാണുന്നുണ്ട്. എല്ലാവരും ഓടി വരൂ കൂട്ടുകാരെ, ഓടി വരൂ. ഇന്നത്തെ പരിപാടി ഇതാ സമാഗതമായിരിക്കുന്നു. നമസ്കാരം എല്ലാവർക്കും. സ്ലോ കണക്ഷൻ ആണ് എന്ന് പറയുന്നുണ്ട് എൻ്റെ. ഹലോ, നമസ്കാരം. നമ്മുടെ പവിത്ര ഉണ്ണി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ ഓൾ, ഹായ്. നമ്മുടെ അജിത് രാജേട്ടൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹല. അപ്പം നമ്മുടെ ചിയർ ഗേൾസ് ആൻഡ് ചിയർ ബോയ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. സന്തോഷം. എല്ലാവരും വരൂ, ഒരു ഹലോ പറയൂ. ഓടി വരൂ. എൻ്റെ സ്ലോ കണക്ഷൻ ആണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് തുടങ്ങാറായോ? കുറച്ചു പേരും കൂടെയൊക്കെ വന്നിട്ട് നമ്മളിതേ തുടങ്ങുന്നതാണ്. ഇന്ന് കുറേ കുസൃതി ചോദ്യങ്ങള്, റിഡിൽസ്, പസിൽസ് ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആരാണ്ടൊക്കെയോ ലവ് ഒക്കെ അടിക്കുന്നുണ്ട്. ആരെയും ലവ് അടിച്ചു മരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. അപ്പൊ നമ്മുടെ അവധിക്കാല സ്പെഷ്യൽ ലൈവ് പ്രോഗ്രാമാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് അത് കൂടാതെ തൃശ്ശൂർക്കാരുടെ സ്വന്തം തൃശ്ശൂർ പൂരമാണിന്ന്. ആള് കൂടട്ടെ. വരട്ടെ. എല്ലാവരും ഓടി വരൂ. അപ്പൊ നമുക്ക് പതുക്കെ തുടങ്ങാം. ചോദ്യങ്ങൾ ചോദിക്കുന്നതല്ല, ഞാൻ തൃശ്ശൂർ പൂരത്തിന്റെ ഒരു സംഭവമൊക്കെ വെച്ച് ഇൻട്രോ ഒക്കെ വെച്ച് തുടങ്ങാനാണ് ഇരുന്നത്. അപ്പൊ ആരുമില്ല. ഞാൻ വന്ന് നോക്കുമ്പോ സ്റ്റേജ് കാലി. നമ്മളാകെ വേദിയും സദസ്സും കാലി. അപ്പൊ പിന്നെ നമ്മളാകെ ചമ്മി. ഹായ് കൃഷ്ണൻ മുല്ലപ്പള്ളി, ഹലോ, ഹായ്. അപ്പൊ എല്ലാവർക്കും ഞാൻ പതുക്കെ തുടങ്ങട്ടെ. നിങ്ങളുടെയൊക്കെ അനുഗ്രഹത്തോടു കൂടി തൃശ്ശൂർ പൂരത്തിന്റെ നാട്ടിൽ നിന്ന് ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിന്റെ പെരുമ കരിവീരന്മാർ ശിരസിലേറ്റുന്ന തിടമ്പ് പോലെ അണിഞ്ഞു നിൽക്കുന്ന തൃശ്ശൂർ പേരൂരിന്റെ പൊന്നോമന പുത്രിയായ ഞാൻ ലാസ്റ്റ് കൊണ്ടേക്കാണോ പൊട്ടിച്ചോ? അപ്പൊ അതെ, ജിഷ ഗിരീശൻ, ഹായ്. അപ്പോ ഞാനും ഉണ്ടല്ലോ, ഷൈബി ഷാജു, ഹലോ, വെൽക്കം. പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിന്റെ നാട്ടിൽ നിന്ന് ഇന്ന് തൃശ്ശൂർ പൂരം ദിവസമായ ഇന്ന് ഞാനിതാ ഷിജു ജോബുരാജ് നമ്മളുടെ സ്വന്തം കൂട്ടക്ഷരങ്ങളുടെ ലോകോത്തര വേദിയിൽ ഇന്നൊരു ലൈവ് ക്വിസുമായിട്ട് വന്നിരിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മൾ ഇന്ന് കുറെ കുസൃതി ചോദ്യങ്ങള്, കുറച്ച് പസിൽസ് ഒക്കെയാണ്. മാത്സിന്റെ കണക്ക് കുറച്ച് കുസൃതി ചോദ്യങ്ങള്, പിന്നെ കണക്കല്ലാത്ത കുറെ മലയാളത്തിലെ കുസൃതി ചോദ്യങ്ങള്, കുറച്ച് ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷിലെ കുസൃതി ചോദ്യങ്ങള് ഒക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ചോദ്യങ്ങളുടെ പൂരം, അതെ, ചോദ്യങ്ങളുടെ പൂരവുമായി വന്നിരിക്കുകയാണ്. അടിപൊളി. എന്റെ സ്ലോ കണക്ഷൻ കാണിക്കുന്നുണ്ട്. അറിയില്ല എന്താണ് പ്രശ്നം. നിങ്ങൾക്കൊക്കെ കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പതുക്കെ. നമസ്തേ രവീന്ദ്രൻ ചെമ്മനാടം, നമസ്തേ. വീണ്ടും സ്ലോ കണക്ഷൻ. അത് ഇടയ്ക്കിടയ്ക്ക് എഴുതി കാണിക്കണ്ട, എനിക്കറിയാം സ്ലോ കണക്ഷനാണ്. ഞാനിപ്പോ എന്താ ചെയ്യുക? ഇംഗ്ലീഷൊക്കെയാ ഞാൻ പോണു. ഇല്ല, നമ്മൾ തനി മലയാളത്തിൽ ചോദിക്കാം, പേടിക്കണ്ട. നിങ്ങളിവിടെ കുത്തിരി. അജിത് രാജേട്ടാ, എൻ്റെ ഫസ്റ്റ് ക്ലയൻ്റാണ്
എനിക്ക് സൈക്കോളജിയൊക്കെ കഴിഞ്ഞിട്ട് ആദ്യത്തെ ക്ലയൻ്റാണ് ഇത്. ആരിത് വൈശാഖ് ജയ്, നിങ്ങളാര്, എന്തായി, ഇപ്പം എവിടെയാണ്, ഏത് നാട്ടിലാണ്? ഓരോ നാട്ടിലെ രാജസ്ഥാൻ ഡയറീസും മേഘാലയ ഡയറീസൊക്കെ കണ്ട് കണ്ട് ഞങ്ങളിത് എവിടെ കൊതിച്ചിരിക്കുക. പട്ടാളക്കാരൻ്റെ സ്കൈ ഡൈവിംഗ് ഒക്കെ കണ്ട് ഞങ്ങളിവിടെ ആകെ മനം കുളിർന്നിരിക്കുകയാണ്. ഞങ്ങൾക്കും വലിയ ആഗ്രഹങ്ങളുണ്ട് ഇങ്ങനത്തെ അഡ്വഞ്ചേഴ്സിനൊക്കെ പോകണം എന്നൊക്കെ. അപ്പം നമ്മൾ പതുക്കെ 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 തുടങ്ങിയാലോ? ആള് കൂടിയോ? മരുഭൂമിയിൽ തന്നെ, മരുഭൂമിയിലാണല്ലേ, കുഴപ്പമില്ല. ഇവിടെ മരുഭൂമിയുടെ അത്ര ചൂടൊക്കെ ഇവിടെ ആയി തുടങ്ങി. പാലക്കാട് ഇന്ന് 44 ഡിഗ്രി എന്നാണ് പറയുന്നത്. സലീന സൈഫ് ഹായ്, ഹലോ. ഇവിടെ 44 ഡിഗ്രി ആയി തുടങ്ങി. ഇവിടെയും ഉഷ്ണതരംഗം കാരണം ഒരുപാട് പേര് ആശുപത്രിയിലാവുന്നുണ്ട്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടങ്ങളെക്കുറിച്ചും കേട്ട് കാണുമല്ലോ. വളരെ മോശം സിറ്റുവേഷനാണ് ഇവിടെ. തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ടില്ല. കരിയും വേണ്ട, കരിമരുന്നും വേണ്ട എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളിലേക്ക് നടക്കുകയാണ്. അതേ സൗമ്യ സുരേന്ദ്രൻ തുടങ്ങിയിട്ടില്ല. ഞാൻ ഇവിടെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുക, ജസ്റ്റ് ചിറ്റ് ചാറ്റിങ്. തുടങ്ങിയിട്ടില്ല, അതെ തുടങ്ങണം. എല്ലാവരും ഒക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങായിരുന്നു. 12:07 നമുക്ക് തുടങ്ങിയാലോ? വർത്താനം പറഞ്ഞിരുന്ന 1 മണിയല്ല. ഫേസ്ബുക്ക് നമ്മളെ പല തരത്തിൽ തടസ്സപ്പെടുത്തും. മനസ്സ് തളരരുത്. ഇല്ല രാമൻകുട്ടി, മനസ്സ് തളരില്ല. നമ്മളാണ് ഇന്ത്യയിലെ ഏറ്റവും ചൂട് കാണുന്നവർ. അത് ശരിയാ, അത് ശരിയാ വൈശാഖ്. രാജസ്ഥാനിൽ നല്ല പ്രശ്നം തന്നെയാണ്. അവിടെ നിന്നൊക്കെ വന്ന് ഇവിടേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഇത് വളരെ തണുപ്പായിട്ട് തോന്നാം അല്ലേ? അപ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ ഒരു ഈസി ചോദ്യമായിട്ട് വന്നാലോ? ഒരു ഈസി ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഉത്തരം പറയരുത്, ഫൗളാണ്. അപ്പം എല്ലാവരും ആദ്യത്തെ ഈസി ചോദ്യത്തിനായി കാതോർക്കുക. ആദ്യത്തെ ഉത്തരം പറയുന്ന 3 പേർക്ക് ഓരോ പോയിന്റ് വീതം തരുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഡിലേ, എൻ്റെ കണക്ഷൻ്റെ ഡിലേ ഒക്കെ കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്ന് വെച്ചിട്ടാണ് 3 പേര് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, സാധാരണ ലൈവ് ക്വിസുകൾ പോലെ തന്നെ. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ആരണ്ടൊക്കെയോ ലവ് ഇടുന്നുണ്ട്. താങ്ക് യു ഫോർ ദി ലവ്. മരങ്ങൾക്കും, നിങ്ങൾ മിണ്ടിയും പറഞ്ഞിരിക്കുക, നേരം കിട്ടുമ്പോൾ വരാം, ചോറും കൂട്ടാനാക്കണം അത്ര. ഗിരീഷ പൂവല്ലേ, 2 ഉത്തരം പറഞ്ഞിട്ട് പോ. മരങ്ങൾക്കും ബാങ്കുകൾക്കും കോമൺ ആയിട്ടുള്ള കാര്യം എന്താണ്? മരങ്ങൾക്കും ബാങ്കുകൾക്കും പൊതുവെ കോമൺ ആയിട്ടുള്ള കാര്യം എന്താണ്? മരങ്ങൾക്കും ബാങ്കുകൾക്കും, ഇതാണ് ചോദ്യം. മരങ്ങൾക്കും ബാങ്കുകൾക്കും കോമൺ ആയിട്ടുള്ള കാര്യം എന്താണ്? ഉത്തരങ്ങൾ പോരട്ടെ. ഉത്തരങ്ങൾ പോരട്ടെ. ഉത്തരങ്ങൾ ദേ കുറേശ്ശെ വരുന്നുണ്ട്. ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ കാന്ത. ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. പൂരം എനിക്കൊന്ന് കാണണം കാന്ത, പൂരം എനിക്കൊന്ന് കാണണം കാന്ത, പൂരം എനിക്കൊന്ന് കൂടണം കാന്ത, പൂരം എനിക്കൊന്ന് കൂടണം കാന്ത. കാന്ത കണക്ഷൻ പോയിന്ന. ബാങ്കിലെ പണം മരത്തിൽ കായ്ക്കില്ല, കഷ്ടല്ലേ? അതന്നെ, മരത്തിൽ കുലുക്കിയ കാശൊന്നും കിട്ടൂല. അത് പവിത്ര ഉണ്ണി പറഞ്ഞത് വളരെ ശരിയാണ്. ദേ ഒരുപാട് പേര് ഉത്തരമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഉത്തരം വന്നിട്ടുള്ളത് വൈശാഖ് ജയിൽ നിന്നാണ്. ബ്രാഞ്ച് ശരിയായ ഉത്തരമാണ്. ജിനു ജെയിംസ് പറഞ്ഞു ബ്രാഞ്ച്, ശരിയാണ്. അടുത്തത് ഷൈബി ഷാജു പറഞ്ഞു ബ്രാഞ്ച്. അപ്പം ഇവർക്ക് 3 പേർക്കുമാണ് പോയിന്റ് കിട്ടിയിട്ടുള്ളത്. ബാക്കി സൗമ്യ സുരേന്ദ്രൻ പറഞ്ഞു, ജിഷ ഗരീശൻ പറഞ്ഞു, അജയൻ പറഞ്ഞു, സലീന സൈഫ് പറഞ്ഞു, കൃഷ്ണൻ മുല്ലപ്പള്ളി, മൂപ്പൻ സിദ്ദിഖ് ശാഖ പറഞ്ഞു ശരിയാണ്. അജിത് രാജ് ബ്രാഞ്ചസ് പറഞ്ഞു. ലക്ഷ്മി ടി എൻ ശാഖ പറഞ്ഞു. എനിക്ക് അവിടെ വരെ വന്നിട്ടുള്ളൂ കേട്ടോ. ബാങ്കിലെ പണം മരത്തിൽ കായ്ക്കില്ല എന്ന് പറഞ്ഞു, അത് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ലക്ഷ്മി ടി എൻ്റെ ശാഖ വരെ കിട്ടിയിട്ടുണ്ട്. സജിത ജൈൻ ഹായ് 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 ഹായ്, ഹൗ ആർ യു? അപ്പം രണ്ടാമത്തെ അക്ഷരം ആ. അതെന്താ രണ്ടാമത്തെ അക്ഷരം ആ എന്ന് പറയുന്നത്? ശാഖയുടെയാണോ?
പൂരമാശംസകൾ. താങ്ക് യു ശിവപ്രസാദ് കെ വാണൂർ. അപ്പോൾ വൈശാഖ് ജയ്, ജിനു ജെയിംസ്, ഷൈബി ഷാജു എന്നിവർ സ്കോർ ബോർഡിലേക്ക് കയറി കഴിഞ്ഞു. ഓരോരുത്തർക്കും ഓരോ പോയിന്റ് വീതം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് 3 പേർക്കാണ് ഉത്തരം കിട്ടിയിട്ടുള്ളത്. 3 പേർക്കാണ് പോയിന്റ് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് പേര് ഉത്തരം പറഞ്ഞു. എല്ലാവരും കറക്റ്റായിട്ട് തന്നെ ഉത്തരം പറഞ്ഞു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കട്ടെ. ഇതുപോലെ തന്നെ സിമ്പിൾ ചോദ്യം. അപ്പൊ പൂരം കാണാൻ പോരല്ലേ എല്ലാവരും? ഓടിവായോ. തല കുത്തി നിന്നാൽ വലുതാകുന്ന ഞാൻ ആരാണ്? തല കുത്തി നിന്നാൽ ഞാൻ വലുതാവും. ഞാൻ ആരാണ്? ജുനൈദ സലാഹായ്. തല കുത്തി നിന്നാൽ ഞാൻ വലുതാകും. ഞാൻ ആരാണ്? തല കുത്തി നിന്നാൽ വലുതാകുന്നത് ആരാണ്? ആരെങ്കിലും ഉത്തരം പറയുന്നുണ്ടോ? എനിക്ക് സ്ലോ കണക്ഷൻ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഒന്നും വരുന്നില്ല കേട്ടോ. അതെ, ഉത്തരങ്ങൾ പോരട്ടെ. കുഞ്ഞനെവിടെ? ചെക്കൻ ഫാൻസ്. വിമിത വന്നു. ദേ കുഞ്ഞന്റെ ഫാൻസ് വന്നു. വിഷോ നിന്നെ വിളിക്കണു. ഇത് ഫേസ്ബുക്ക് ലൈവ്, നമ്മുടെ കൂട്ടക്ഷരങ്ങളുടെ ലൈവ് ക്വിസ് പ്രോഗ്രാം. ക്വസ്റ്റ്യൻ: തലകുത്തി നിന്നാൽ വലുതാകുന്നത് ആര്? കമോൺ, ഞാൻ പറഞ്ഞുതരാം. യെസ്. ഒരുപാട് പേര് ഉത്തരം പറയേണ്ടി. ഒരുപാട് പേര്. കുപ്പിയല്ല, ഒരു നമ്പറാണത്. തലകുത്തി നിന്നാൽ വലുതാകും ഞാൻ. തലകുത്തി നിന്നാൽ വലുതാകും. ഞാൻ. തലകുത്തി വലുതാകും. So the answer is this. തലകുത്തി നിന്നാൽ വലുതാകും ഞാൻ. 6 ആണ് ഉത്തരം. 6. തലകുത്തി നിന്നാൽ 9 ആവും. കൊട തലകുത്തി നിന്നാൽ വലുതാവോ? അത് കൊള്ളാലോ. അപ്പൊ അജിത് രാജേട്ടൻ, നമ്മുടെ പ്രിയപ്പെട്ട മൂത്താപ്പ അജിത് രാജേട്ടൻ 6 പറഞ്ഞുകൊണ്ട് സ്കോർ ബോർഡിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ 1 പോയിന്റ് കിട്ടി. ജിനു ജെയിംസ് വീണ്ടും 1 പോയിന്റ് കിട്ടി. കുഞ്ഞൻ ഫാൻസ് വിളിച്ചിട്ടുണ്ട്. സൗമ്യ സുരേന്ദ്രന് 1 പോയിന്റ് കിട്ടി കേട്ടോ. വൈശാഖ് 6 പറഞ്ഞു. ജിഷ ഗിരീശൻ, സലീന സൈഫ്, പവിത്ര ഉണ്ണി, ലക്ഷ്മി ടി എൻ എന്താ കൊടയിട്ട് വന്നത്? തലകുത്തി നിന്നാ വലുതാവോ? നിവർത്തി പിടിച്ചാലല്ലേ വലുതാവുക. ശിവപ്രസാദ് 9 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 9 തലതിരിച്ചിട്ട് 6 ആവുക. അപ്പൊ കുറയല്ലേ ചെയ്യുക. 6 തലതിരിച്ചിട്ടാലാണ് കൂടുക. അനില മേലേവീട് 9 പറഞ്ഞു. ജുനൈദ സല 6. അംബ്രള്ള എന്ന് സജിത പറഞ്ഞു. ജോലിയിലാണ്, എന്നാലും ഇടയ്ക്കുള്ള ബ്രേക്കിലാണ്. സജിത ജെയിൻ. ഇന്ന് ഞായറാഴ്ചയും ജോലി ഉണ്ടോ? എവിടെയാ വർക്ക് ചെയ്യുന്നത്? അപ്പോൾ ഹെൽത്തിലെങ്ങാനും ആണോ? ഹസ്ന മുജീബ് 6 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് കറക്റ്റായിട്ടുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ പോയിന്റ് കരസ്ഥമാക്കിയിട്ടുള്ളത് അജിത് രാജൻ, ജിനു ജെയിംസ് ആൻഡ് സൗമ്യ സുരേന്ദ്രൻ. ഓക്കെ, അപ്പൊ ഇത്രയും പേർക്കാണ് സമ്മാനം കിട്ടിയിട്ടുള്ളത്. 6 തിരിച്ചിട്ടാൽ 9 ആയി. അപ്പോൾ തലകുത്തി നിന്നാൽ വലുതാകുന്ന ഞാൻ 6 ആണ് കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. നല്ല രസകരമായ ഒരു ചോദ്യമാണ്. ഇതിന്റെ ഉത്തരം എല്ലാവരും പറയുമോ നോക്കട്ടെ. ഹായ് നന്ദേച്ചി. ഹായ്. സുഖല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കട്ടെ. അതെ, 3ാമത്തെ ചോദ്യമായി. 3ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ 12:15 ആകുന്നു. 1 മണിവരെ നമുക്ക് സമയമുള്ളൂ. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്: വെച്ചടി കയറ്റം കിട്ടുന്ന ജോലി എന്താണ്? വെച്ചടി കയറ്റം കിട്ടുന്ന ജോലി എന്താണ്? എടപ്പള്ളിയിലാണ് സജിത ജെയിൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ സജിത ജെയിൻ ഇതുപോലെ വെച്ചടി കയറ്റം കിട്ടുന്ന ഒരു ജോലിയാണോ? അതാവാൻ സാധ്യതയില്ല. വെച്ചടി കയറ്റം കിട്ടുന്ന ജോലി ഏതാണ്? അതായത് നമ്മളൊരു അടി വെക്കുമ്പോൾ കയറ്റം കിട്ടും, അടുത്ത അടി വെക്കുമ്പോൾ കയറ്റം കിട്ടും. ലിഫ്റ്റ് ടെക്നീഷ്യൻ നമുക്ക് കൊടുക്കാല്ലേ വേണമെങ്കിൽ. പക്ഷെ അടി വെക്കണം. ലിഫ്റ്റ് ഓപ്പറേറ്റർ ജിനു ജെയിംസും മരം കയറ്റം, ഷാലറ്റ് തോമസും തെങ്ങ് കയറ്റം, സൗമ്യ സുരേന്ദ്രൻ തെങ്ങ് കയറ്റം. ലിഫ്റ്റ് ഓപ്പറേറ്റർ കാല് വെക്കുന്നില്ലല്ലോ, വെച്ചടി ലിറ്ററലി അത് വരുന്നില്ലല്ലോ, അതാണ് ഒരു പ്രശ്നം. അപ്പോൾ
എല്ലാവർക്കും എനിക്ക് തോന്നുന്നു അഖിലേഷിനെ ഓർമ്മിക്കുകയാണ് എല്ലാവരും. ലിഫ്റ്റ് ഓപ്പറേറ്റർ, ലിഫ്റ്റ് ടെക്നീഷ്യൻ, ലിഫ്റ്റ് ഓപ്പറേറ്റർ, ഹായ്. ലൈൻമാൻ, മരം കയറ്റം, തെങ്ങ് കയറ്റം, തെങ്ങ് കയറ്റം. ഞാനിവിടെ ഉദ്ദേശിച്ച ഉത്തരം തെങ്ങ് കയറ്റാണ് കേട്ടോ. മരം കയറ്റം അല്ലെങ്കിൽ തെങ്ങ് കയറ്റം എന്ന് പറയാം. അപ്പം ജിനു ജെയിംസ് മരം കയറ്റം പറഞ്ഞിട്ടുണ്ട്. അതാണ് ആദ്യം എനിക്ക് വന്ന ഉത്തരം. അപ്പോൾ ജിനു ജെയിംസിന് വീണ്ടും ഒരു പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. ജിനു ജെയിംസ് അടിപൊളിയാണല്ലോ, എല്ലാത്തിനും ഉത്തരം പറഞ്ഞുകൊണ്ട്. അടുത്തത് ഷാലറ്റ് തോമസ് ആണ് തെങ്ങ് കയറ്റം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഷാലറ്റ് തോമസിനും ഞാനൊരു പോയിന്റ് കൊടുക്കുകയാണ്. സൗമ്യ സുരേന്ദ്രനും ഒരു പോയിന്റ് കിട്ടുന്നുണ്ട് കേട്ടോ തെങ്ങ് കയറ്റത്തിന്. പിന്നെ ഒരുപാട് പേര് ലിഫ്റ്റ് ഓപ്പറേറ്റർ, തെങ്ങ് കയറ്റം, വിമിത, കുറേ പേര് ലൈൻമാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഉത്തരമായി, നന്നായിട്ടുണ്ട്. അത് ബിനു മാത്യു പറഞ്ഞിട്ടുണ്ട്. കാല് വെച്ചടി പറഞ്ഞിട്ടില്ല. വെച്ചടി കയറ്റം. വെച്ചടി എന്ന് പറഞ്ഞാൽ ലിഫ്റ്റിലായാലും പിന്നെ എങ്ങനെയാണ് അടി വരുന്നത്? അടി കിട്ടുമോന്നല്ല. തെങ്ങ് കയറ്റം, പനകയറ്റം. ഓക്കെ, ലൈൻമാൻ കഴിഞ്ഞ് പനകയറ്റവുമായിട്ട് ബിനു മാത്യു വന്നിരിക്കുകയാണ്. വളരെ വെറൈറ്റി ആൻസേഴ്സ് ആണ്. അതെന്താ പനകയറ്റമായാൽ? പനകയറ്റം ആവാം, പാലക്കാട്ടിലെ പനകളുടെ നാടല്ലേ, പിന്നെന്താ. ഞാൻ ഒരുപാട് പനകളുടെ ഇടയിൽ വളർന്നിട്ടുള്ള ഒരാളായതുകൊണ്ട് പനയാണ് നമുക്ക് തെങ്ങിനേക്കാളും പ്രിയങ്കരം. പനന്തങ്ക അതിലും പ്രിയങ്കരം. അപ്പോൾ ഇപ്രാവശ്യം ജിനു ജെയിംസ്, സൗമ്യ സുരേന്ദ്രൻ, ഷാലറ്റ് തോമസ് എന്നിവര് സ്കോർ ബോർഡിൽ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. ജിനു ജെയിംസ് ഒരു രക്ഷയില്ല, 3 എണ്ണത്തിനും പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 3 പോയിന്റ് ആയിപ്പോൾ. സൗമ്യ സുരേന്ദ്രൻ തൊട്ട് പുറകെയുണ്ട് 2 പോയിന്റോട് കൂടി. പിന്നെ വൈശാഖ് ജയ്, ഷൈബി ഷാജു, അജിത് രാജ്, ഷാലറ്റ് തോമസ് എല്ലാവരും ഓരോ പോയിന്റ് വീതം പുറകെ തന്നെയുണ്ട്. എല്ലാവരും സൂക്ഷിക്കുക. അപ്പോൾ അങ്ങനെ വെച്ചടി തെങ്ങേറ്റത്തിൽ ജോലി കിട്ടി. വെച്ചടി കയറ്റം കിട്ടുമെന്ന് ചോദിച്ചു. പിന്നെ നമ്മുടെ എടപ്പള്ളിക്കാരിയെ കാണാനില്ല, പാവം ബ്രേക്ക് കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ചമർത്തം. അപ്പോൾ പോയിന്റ് തമ്മിലായിരിക്കുന്നത്. അയ്യോ നന്ദേച്ചി, ആദ്യത്തെ 3 പേർക്കാ പോയിന്റ്. ഉത്തരം പറഞ്ഞ എല്ലാവർക്കും പോയിന്റ് എഴുതി കഴിഞ്ഞാൽ എനിക്കൊരു പുസ്തകം പോരാണ്ട് വരും എല്ലാവരുടെയും സ്കോർ എഴുതാൻ. ചമർത്തം ആക്ച്വലി എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എൻ്റെ അറിവുകേട് ക്ഷമിക്കുക. വെച്ചടി കയറ്റം എന്ന് പറയുമ്പോൾ ചമർത്തം ഇതാണോ? എന്തെങ്കിലും കലാരൂപമാണോ? എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല, എന്താണെന്ന് മനസ്സിലായില്ല. ആരെങ്കിലും കുറച്ച് വെളിച്ചം വീശു ഈ വഴിയിലേക്ക്. ഭീഷണിയുടെ സ്വരമാണല്ലോ. ആർക്കാണ് ഭീഷണിയുടെ സ്വരം? യെസ്, നന്ദേച്ചിക്ക് ഇത്തിരി ഭീഷണിയുടെ സ്വരം ഉണ്ട്, നമുക്ക് ശരിയാക്കി കൊടുക്കണം. ചെക്കൻ ഇറക്കേണ്ടി വരും ഞാൻ. പാലും മുട്ടയും കൊടുത്ത് ഞാൻ വളർത്തുന്ന എൻ്റെ ചെക്കനെ ഞാൻ ഇപ്പം ഗോതയിലേക്ക് ഇറക്കുന്നതാണ്. അടുത്തത്, അപ്പം ഇത്ര ഈസി ക്വസ്റ്റ്യൻസിലേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഒരു ചെറിയ കണക്കിലേക്ക് കടന്നാലോ? കുറച്ച് കണക്ക് പുറത്തേക്ക് എടുക്കട്ടെ. കുറച്ച് കണക്ക് പുറത്തേക്ക് എടുക്കുമ്പോൾ ഞാൻ ചോദിക്കുകയാണ്, സുഹൃത്തുക്കളെ, ഞാൻ അറിയാതെ ചോദിച്ചു പോവുകയാണ്. ഒരു സാരിയും ബ്ലൗസും ഞാൻ വാങ്ങിക്കാൻ പോയി. ഓക്കെ, ഞാൻ സാരിയും ബ്ലൗസും വാങ്ങിക്കാൻ പോയപ്പോഴേ, അടുത്ത ചോദ്യമാണേ, ഞാൻ ഒരു സാരിയും ബ്ലൗസും വാങ്ങിക്കാൻ പോയപ്പോൾ ജിനു ജെയിംസ് നന്ദി പറയുന്നുണ്ട്. വളരെ സ്ലോ ആണിത്, ഇപ്പോഴും വന്നിട്ടുള്ളൂ ജിനു ജെയിംസിൻ്റെ. അപ്പോൾ അതേ ക്വസ്റ്റ്യൻ കേട്ടുള്ളൂ എല്ലാവരും. സാരിയും ബ്ലൗസും ഞാൻ വാങ്ങിക്കാൻ പോയി. അപ്പോൾ രണ്ടിനും കൂടെ, സാരിക്കും ബ്ലൗസിനും കൂടെ സാമർഥ്യം എന്നാണ്. ഓക്കെ, ചമർത്തം കയറിയവരെല്ലാം വല്ല കരിക്കിട്ടിട്ട് പോകും. അതെ, അത്ര ചൂടാണ്, കരിക്കിട്ടിട്ട് പോകും. സാരിയും ബ്ലൗസും ഞാൻ വാങ്ങിക്കാൻ പോയപ്പോഴുണ്ടല്ലോ, എനിക്കൊരു 110 രൂപയായി സാരിക്കും ബ്ലൗസിനും കൂടെ. ആ കിട്ടുന്ന കട ഏതാന്ന് ചോദിക്കരുത്, വിമിതയുടെ കടയിൽ കിട്ടുന്ന പറഞ്ഞ കേട്ടോ. സാരിയും ബ്ലൗസും കൂടെ 110 രൂപയ്ക്ക് അവിടെ ഡിസ്കൗണ്ട് സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ സാരിയും ബ്ലൗസിനും കൂടെ 110 രൂപയായി. സാരിക്കാണെങ്കിൽ ബ്ലൗസിനേക്കാളും 100 രൂപ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ സാരിയുടെ വില എത്ര? ഞാൻ സാരിയും ബ്ലൗസും വാങ്ങിക്കാൻ പോയി. സാരിക്കും ബ്ലൗസിനും കൂടെ 110 രൂപയാണ് വില. ആ കട വിമിതയുടെ കടയുടെ അടുത്താണ്, ചോദിച്ചാൽ മതി. അപ്പോൾ 110 രൂപയ്ക്ക് സാരിയും ബ്ലൗസും കൂടെ കിട്ടി. സാരിക്ക് ബ്ലൗസിനേക്കാൾ 100 രൂപ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ സാരിയുടെ വില എത്ര? വിമിത പെട്ടു. യെസ്, ചെക്കനെ പറപ്പിക്കുന്ന വേണ്ടട്ടാ നന്ദേച്ചി. സാരിയുടെ വില എത്ര? എൻ്റെ കടയിൽ സാരി ഇല്ലാന്ന് വിമിത. അതെനിക്കിഷ്ടായി. ഓക്കെ,
അതെ, രണ്ടുപേരും ഇങ്ങനെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ബ്ലൗസ് 5, സാരി 105. ശാലൻ തോമസ്. വൈശാഖ് ജയും അജിത് രാജുമാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. ശരിയായ ഉത്തരമാണോ എന്നറിയില്ല. കൃഷ്ണ മുല്ലപ്പള്ളി 100 പറഞ്ഞിട്ടുണ്ട്. റംസീന നാസർ ഹായ് അയച്ചിട്ടുണ്ട്. ഹായ്. പ്രീത ഗോപിനാഥൻ 105ലേക്ക്. യെസ്, കണക്കിലേക്ക് വന്നപ്പോൾ കുറേശ്ശെ ആളുകൾ വന്നു തുടങ്ങി. ക്വസ്റ്റ്യൻ കേട്ടില്ല റംസീന നാസർ, കണക്കറിയില്ല. ജിനു ജെയിംസ് ഇപ്പോൾ പുറകിലോട്ടായോ. ലിഷ ശ്രീധർ 105 പറഞ്ഞിട്ടുണ്ട്. അതായത് സാരിയും, ഞാനൊരു കടയിൽ സാരിയും ബ്ലൗസും വാങ്ങിക്കാൻ പോയി. സാരിയും ബ്ലൗസും കൂടെ വാങ്ങിച്ചപ്പോൾ എനിക്ക് 110 രൂപ വിലയായി. സാരിക്ക് ബ്ലൗസിനേക്കാളും 100 രൂപ കൂടുതലാണ്. എങ്കിൽ സാരിയുടെ വില എത്ര? അഭിമാനമുണ്ട്. എന്താ ബിനു മാത്യു അഭിമാനം ഉണ്ടെന്ന് പറഞ്ഞത്? വ്യത്യസ്തമായ ഉത്തരങ്ങൾ പറയുന്നതിനാണോ? ജലജാധാരായണൻ 100 പറഞ്ഞു. സാരി ഇല്ലാത്ത കട ഞാൻ ബഹിഷ്കരിക്കുന്നു. വിമിതയുടെ കടയിലാണ് ആ 100 രൂപയുടെ സാരി കിട്ടുകയെന്ന് പറഞ്ഞപ്പോഴേ വിമിത പറയാ കടയിൽ സാരി ഇല്ലെന്ന്. വിമിതയുടെ താഴെ എൻ്റെ കമൻ്റാണ്. ഓക്കെ. അപ്പോൾ ഒരുപാട് പേര് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ പറയുന്നുണ്ട്. ഫസ്റ്റ് ആരാ പറഞ്ഞ നോക്കട്ടെ. വൈശാഖ് ജയ് 105 പറഞ്ഞു. 105 കൃത്യമായിട്ടുള്ള ഉത്തരം. 105 രൂപയ്ക്ക് സാരിയും, അപ്പോൾ 5 രൂപയ്ക്ക് ബ്ലൗസും, അതിന് 100 രൂപ കൂടുതലിന് സാരിയും. 105 രൂപയ്ക്ക് സാരിയും. അജിത് രാജും കൃത്യമായിട്ടുള്ള ഉത്തരം പറഞ്ഞു 105. പിന്നെ പറഞ്ഞത് സൗമ്യ സുരേന്ദ്രൻ ബ്ലൗസിന് 5, സാരിക്ക് 105. പിന്നെ ശാലൻ തോമസ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് 105 ആണെന്ന്. കേൾക്കുമ്പോൾ പെട്ടെന്ന് 100 തോന്നും. അതിലും ചിലർ വീണുപോയിട്ടുണ്ട് കേട്ടോ. കൃഷ്ണ മുല്ലപ്പള്ളിയൊക്കെ 100 വീണുപോയിട്ടുണ്ട്. പ്രീത ഗോപിനാഥൻ 105 പറഞ്ഞു, കൃത്യമാണ്. ലിഷ ശ്രീധർ 105. ലക്ഷ്മി 100 പറഞ്ഞു. അപ്പോൾ ലക്ഷ്മി അത് നമ്മൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ പറയണതിൻ്റെ ഒരു ഇതിൽ അറിയാതെ വീണുപോയതാണ്. 100 അറിയാണ്ട് കിട്ടിയതാണ്. ശരിക്കുള്ള ഉത്തരം 105 കേട്ടോ. സലീന സൈഫ് 105 പറഞ്ഞു. ജലജ 100 പറഞ്ഞു. 105 ഉത്തരം. അശ്വതി ശ്രീജിത്ത് ഹായ് പറയുന്നുണ്ട്. 3ാമത്തെ ഉത്തരം എൻ്റെ അല്ലേ? സൗമ്യ സുരേന്ദ്രൻ. അതെ, 3ാമത്തെ ഉത്തരം സൗമ്യ സുരേന്ദ്രൻ്റെ ആണ്. അഭിമാനമുണ്ട്. ഈ നാടിൻ്റെ അഭിമാനമുണ്ട്. ശരി. കടയിൽ ചുരിദാർ പോയി മാത്രമേ ഉള്ളൂ. സത്യമായിട്ട് സാരിയില്ല. ബിനോ മാത്യു 105 പറഞ്ഞു. ഇപ്പം 100 രൂപയ്ക്ക് കർച്ചീഫ് പോലും കിട്ടില്ല. റംസീന നാസർ അതെ സത്യമാണ്. പക്ഷെ വിമിതയുടെ കടയുടെ അടുത്തുള്ള കടയിൽ കിട്ടുന്നതാണ് ഞാൻ കേട്ടത്. വേണമെങ്കിൽ വിമിതയോട് ചോദിച്ചോ. ഇന്ന് വിമിതയ്ക്ക് ഒരുപാട് ബിസിനസ് കോൾസ് വരുന്നതാണ്. ഞാൻ കണ്ടോ, എനിക്ക് കുറച്ച് കമ്മീഷനൊക്കെ തന്നാൽ കുഴപ്പമില്ല കേട്ടോ. ഇടിയുടെ രൂപത്തിൽ വേണ്ട, കിട്ടുന്നതിൻ്റെ പാതി വേണ്ട. ഇതിലേക്ക് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഇപ്പോൾ സാരിയുടെ വില എല്ലാവർക്കും മനസ്സിലായി. 105 രൂപയ്ക്കാണ് സാരി കൊടുക്കുന്നത്. അടുത്ത ഒരു ചോദ്യം, കണക്ക് വേണോ നമ്മുടെ കുസൃതി വേണോ? 5 രൂപയ്ക്ക് ബ്ലൗസ് കിട്ടും. അതെ, 5 രൂപയ്ക്ക് ബ്ലൗസും കിട്ടും, 105 രൂപയ്ക്ക് സാരിയും കിട്ടും. അങ്ങനത്തെ കടയൊക്കെ ഉണ്ട്, കുന്നകുളത്തുണ്ട്. ഇല്ല പിന്നെ വിമിത അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. അപ്പം അടുത്ത ഒരു ചെറിയ കുസൃതി ചോദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ വിമിത ആണോന്ന് റംസീന എന്നെ വിശ്വസിച്ചോ? അപ്പോൾ അടുത്ത ചോദ്യമാണ്, നഗരങ്ങളിലൂടെയും മലകളിലൂടെയും കാടുകളിലൂടെയും ഞാൻ പോകുന്നുണ്ട്, പക്ഷെ ഞാൻ അനങ്ങുന്നില്ല. എങ്ങനെയാണ് നല്ല ലാഭം കിട്ടുന്ന സലീന സൈഫ് പറയാ. അത് ശരിയാ. 5 രൂപയ്ക്ക് ബ്ലൗസ് വിറ്റ് കട അടച്ചുപോയി കാണും സൗമ്യ സുരേന്ദ്രൻ. ശരിയല്ലേ? അപ്പൊ അടുത്ത ചോദ്യം, 100 രൂപയുടെ സാരി തരാമെന്ന് പറഞ്ഞു. കർച്ചീഫിന്റെ അത്ര നീളം ഉണ്ടാവുള്ളൂ ആവോ സാരിക്ക്, ഇതിലും ഭേദം. അപ്പോ എന്താണ് നഗരങ്ങളിലൂടെയും മലകളിലൂടെയും കാടുകളിലൂടെയും ഞാൻ പോകുന്നു, പക്ഷേ ഞാൻ അനങ്ങുന്നില്ല. ഞാൻ അനങ്ങില്ല, പക്ഷെ ഞാൻ ഇതിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട്. അതിൻ്റെ ഉത്തരം എന്താണ്? കാട്ടിലും മേട്ടിലും നഗരത്തിലും ഞാൻ പോകുന്നു, ഞാൻ പോകുന്നു, എന്നാൽ ഞാൻ അനങ്ങണില്ല. ഞാൻ അനങ്ങുന്നില്ല, പക്ഷെ ഇതിൽ കൂടെ ഒക്കെ ഞാൻ പോകുന്നുണ്ട്. അതെങ്ങനെയാ? എങ്ങനെ ഞാൻ പോയി കാട്ടിലും മേട്ടിലും. യെസ് ഒരുപാട് പേര് ഉത്തരം പറയുന്നുണ്ട്. അറിയാതെ ബാക്ക് ക്യാമറ ഓൺ ആയതാണ്.
അപ്പോൾ വൈശാഖ് ജയ് ആണ് ആദ്യത്തെ ഉത്തരം പറഞ്ഞത്. റോഡാണ് കൃത്യമായ ഉത്തരം. അജിത് രാജ് വഴി പറഞ്ഞു. വൈശാഖ് ജയ് റോഡ്സ്. ശരി ശരി ചേട്ടാ, 2 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് 2 പോയിന്റ് കിട്ടുന്നതല്ല. പ്രീത ഗോപിനാഥ് അപ്പോ നമ്മുടെ സ്കോർ ബോർഡിലേക്ക് കയറിയിരിക്കുകയാണ്. പ്രീത ഗോപിനാഥൻ റോഡ് പറഞ്ഞുകൊണ്ട്. സലീന സൈഫ് റോഡ് പറഞ്ഞിട്ടുണ്ട്. ജിൻസി ജോർജ് റോഡ് പറഞ്ഞിട്ടുണ്ട്. ഷാലറ്റ് തോമസ് റോഡ് പറഞ്ഞു, ശരിയാണ്. റംസീന റോഡ് പറഞ്ഞു. ലിഷ ശ്രീധർ റോഡ് പറഞ്ഞു. സൗമ്യ സുരേന്ദ്രൻ റോഡ് പറഞ്ഞു. ആൻസ് ഫിലിപ്പ് വഴി എന്ന് പറഞ്ഞു. ഡോറ ബുജി ആണോന്ന്. ഡോറ ബുജി ഇതിൽ കൂടെയൊക്കെ പോകും. ഡോറ ബുജി അനങ്ങില്ലേ? ഡോറ ബുജി കിടന്ന് ഓടിക്കൊണ്ടിരിക്കുക, അനങ്ങില്ല അത്ര. എന്തുവാടെ വിമി. ജിനു ജെയിംസ് റോഡ് പറഞ്ഞിട്ടുണ്ട്. ബിനു മാത്യു റോഡെന്നും റെയിലെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കാട്ടിലൂടെയും ഒക്കെ പോകുന്നത് ശരിയാണ്. പക്ഷേ നമുക്ക് കോമൺലി റോഡെന്നല്ലേ നമ്മൾ പറയാം, വഴിയല്ലേ. അശ്വതി ശ്രീജിത്ത് വഴി പറഞ്ഞിട്ടുണ്ട്. അജിത് രാജ് ഡോറ ബുജി അനങ്ങോ അല്ലെങ്കിൽ പൊളിക്കുന്നു. ആദ്യം 3 ഉത്തരങ്ങളിൽ ഓരോ പോയിന്റ് ആയതുകൊണ്ട് 3 തവണ പറഞ്ഞാൽ 3 കിട്ടില്ലേ? ഇല്ല 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 കിട്ടൂല കേട്ടോ. പിന്നെ നിങ്ങളുടെ പേര് മാത്രമേ എഴുതേണ്ട കാര്യമുള്ളൂ, വേറെ ആരുടെയും പേര് എഴുതണ്ടല്ലോ. അപ്പോ ഈ ചോദ്യത്തിന് വൈശാഖ് ജയും പ്രീത ഗോപിനാഥനും അജിത് രാജ് വഴിയുമായി വഴിവെട്ടി, എല്ലാവരും വഴിവെട്ടി, സ്വന്തം വഴിവെട്ടി കടന്നു വന്നിട്ടുണ്ട്. ദേ ഇപ്പം 4 പേർക്ക് 3 പോയിന്റ് ഉണ്ട് കേട്ടോ. ഒരുപാട് പേര് ഫസ്റ്റ് ഉണ്ട്. എന്ത് അത്യാഗ്രഹമാണ്. അത് തന്നെ 3ാമത് ഞാനല്ലേ പറഞ്ഞ സലീന സൈഫ്. എൻ്റെയിൽ വന്നിട്ടുള്ളത് എങ്ങനെയാണെന്നറിയോ സലീന? നോക്കട്ടെ കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഇത് 105ന്റെ ചോദ്യത്തിന്റെ സംഭവം. വൈശാഖ അജിത്ത് കഴിഞ്ഞിട്ട് പ്രീത പിന്നെയും വൈശാഖ വന്നു. പിന്നെ പ്രീത ഗോപിനാഥനാണ് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് സെലീനയുടെ വന്നിട്ടുള്ളത് കേട്ടോ എനിക്ക്. അപ്പോൾ വൈശാഖ് ജയ്, ജിനു ജെയിംസ്, സൗമ്യ സുരേന്ദ്രൻ, അജിത് രാജ് ഇവർക്ക് 4 പേർക്ക് 3 പോയിന്റ് വീതവും. ഷൈബി ഷാജു, ഷാലറ്റ് തോമസ്, പ്രീത ഗോപിനാഥൻ എന്നിവർക്ക് ഓരോ പോയിന്റ് വീതവും ആണ് കിട്ടിയിട്ടുള്ളത്. അവൻ പോയിന്റ് ആണ് പുഴുങ്ങി തിന്നുന്നത്. അങ്ങനെയൊന്നും പറയില്ല, പാവല്ലേ. അവിടെ പുഴുങ്ങേണ്ട കാര്യമൊന്നുമില്ല. മുട്ടയൊക്കെ കൊണ്ടുപോയിട്ട് പുറത്തങ്ങ് വെച്ചാൽ മതി, ഓംലെറ്റ് ആയി കിട്ടും. എന്തോരം ഗ്യാസ് ലാഭം. ഹോർത്തൂസ് സ്ട്രീറ്റിലുള്ള പ്രശ്നങ്ങളൊന്നും ബാധിക്കാത്ത സ്ഥലമാണത്. നമ്മുടെ ഗ്യാസ് ഇല്ലാത്തതിൻ്റെ അജിത് രാജ് കർച്ചീഫിന്റെ വലുപ്പമുള്ള ബ്ലൗസാകും. അതെ അതെ, കർച്ചീഫിന്റെ വലുപ്പമുള്ള സാരിയും ബ്ലൗസൊക്കെ കിട്ടുന്ന കടകളുണ്ട് ഇവിടെ. 100, 105 രൂപയ്ക്കൊക്കെ സാരിയും ബ്ലൗസൊക്കെ കിട്ടുന്ന കടകളുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും അങ്ങോട്ട് പോവുക. അപ്പോൾ അങ്ങനെ 2 ചോദ്യങ്ങളും കൂടെ കഴിയുന്നതോടുകൂടി, അപ്പോൾ ഇതോടുകൂടി 4-5 ചോദ്യങ്ങളായി. 5 ചോദ്യങ്ങളും കൂടെ കഴിഞ്ഞോടുകൂടി എല്ലാവർക്കുള്ള പോയിന്റ് നിലകളൊക്കെ നമുക്ക് എത്തിക്കഴിഞ്ഞു. അടുത്തത് വൈശാഖ് ജയ് ഡ്യൂട്ടിയിലാണെന്നും ഇപ്പോൾ കാണുന്നില്ല എന്നും ഒരു കരക്കമ്പി കേട്ടു. എണീറ്റ് പോയി പണിയെടുക്ക. അതല്ല, പണിയെടുക്കുന്നതിന് മുമ്പ് കിട്ടുന്നതിനൊക്കെ പോയിന്റുകൾ, കിട്ടുന്ന അത്രയും പോയിന്റ് പോരട്ടെ എന്ന് വെച്ചിട്ടായിരിക്കും കുറെ ഉത്തരങ്ങൾ പറയുന്നത്. ഓക്കെ, ഒരുപാട് പ്രാവശ്യം ഉത്തരം പറയുന്നത്. അപ്പോൾ അടുത്ത ഒരു ചോദ്യം, അപ്പോൾ ഒരു കണക്കിലേക്ക് വീണ്ടും പോയാലോ? വീണ്ടും നമുക്ക് കണക്കെടുപ്പിലേക്ക് പോവാം. കണക്ക് വന്നേ കണക്ക്. ഒരു ദിവസം ഞാനൊരു ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ ബസ്സിൽ ഇന്ന് പണിയില്ല. അതെന്താ, തൃശ്ശൂർ പൂരമായതുകൊണ്ട് നിങ്ങൾക്ക് ലോക്കൽ ഹോളിഡേ ആണോ ഇന്നവിടെ? അപ്പോൾ നോക്കട്ടെ, അടുത്ത ചോദ്യമാണ്, ശ്രദ്ധിക്കണേ. ഒരു കഥയാണ്. ഞാൻ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ബസ്സിൽ വെച്ചിട്ട് എൻ്റെ പേഴ്സ് മിസ്സായിട്ട് ഞാൻ പോയിട്ട് ബസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്തു. അയ്യോ എൻ്റെ പേഴ്സ് പോയേന്ന് പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് ചെയ്തു. അപ്പോൾ ബസ്സുകാർ പറഞ്ഞു, ഏത് ബസ്സാ, ബസ് നമ്പർ പറയാന്ന് പറഞ്ഞു. പെട്ടില്ലേ, ബസ് നമ്പറൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എനിക്ക് വേറൊരു കാര്യം ഓർമ്മയുണ്ട്. നമ്മൾ ഈ കണക്ക് വെച്ച് കളിക്കുന്ന ഒരാളായതുകൊണ്ട് കണക്കിലൊരു കാര്യം ഞാൻ അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ബസ്സിന്റെ നമ്പർ ഉണ്ടല്ലോ, ബസ്സിന്റെ നമ്പർ നേരെ എഴുതിയാലും തിരിച്ചിട്ടാലും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് വരുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇപ്പോൾ നേരെ എഴുതുന്നു ഞാൻ, ഇങ്ങനെ നേരെ എഴുതിയാലും തിരിച്ചിട്ടാലും അപ്സൈഡ് ഡൗൺ ആയാലും എനിക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് വരുന്നത് എന്നുള്ള കാര്യമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. നമ്പർ ഓർമ്മയില്ല എനിക്ക്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഞാൻ പറയും, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അവർ പറയും ആകെ 1 മുതൽ 500 വരെയുള്ള ബസ് നമ്പേഴ്സാണ് ഇവിടെ ഉള്ളത്.
ഓക്കെ. അപ്പോൾ ആകെ 1 to 500 ബസ് നമ്പേഴ്സാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിലേതാണെന്ന് ഇപ്പം നിങ്ങൾ ഈ പറയണതൊക്കെ വെച്ച് എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പേഴ്സല്ലേ പോയേ, ഞാൻ തന്നെ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ നേരെ വെച്ചാലും തിരിച്ചിട്ടാലും പെർഫെക്റ്റ് സ്ക്വയർ വരുന്ന ഏതോ ഒരു നമ്പറുള്ള ബസ്സാണ് 1 മുതൽ 500 ഇടയിൽ. അപ്പം ഞാൻ അതിരുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഇരുന്ന് കണ്ടുപിടിച്ചു. ലിഷ ശ്രീധർ 121 എന്ന് പറയുന്നുണ്ട്. പക്ഷേ പൊന്നു 2ന് 1 തിരിച്ചിട്ടാ 1 തന്നെ വന്നു കേട്ടോ. പക്ഷെ 2 തിരിച്ചിട്ടാ 2 തന്നെ വരുമോ? 1 തിരിച്ചിട്ടാ 1 വന്നു, സമ്മതിച്ചു. പക്ഷെ 2 തിരിച്ചിട്ടാ 2 തന്നെ വരുമോ? ഇല്ലല്ലോ. തിരിച്ചിടാം, അപ്സൈഡ് ഡൗൺ പിടിച്ചാൽ ഇല്ല. 121 ശരിയാണ്. 121നെ 2 എന്ന് എഴുതുന്നതിനുണ്ടല്ലോ, 2 എന്നുള്ള എഴുതിയതിനെ 2 ഞാൻ തപ്പിക്കൊണ്ടിരിക്കുക. 2 എന്ന് എഴുതിയതിനെ തിരിച്ചിട്ടാൽ 2 എന്ന് വരുന്നില്ലല്ലോ. 2 തിരിച്ചിട്ടാൽ 2 തന്നെ വന്നാൽ 121 ശരിയാണ്. പക്ഷെ ഈ നമ്പറിനെ തിരിച്ചിട്ടാലും ഇങ്ങനെ ലൈക്ക് ദിസ് തിരിച്ചിട്ടാലും അത് തന്നെ വരുന്നു. മനസ്സിലായോ? 121 വളരെ ബുദ്ധിപരമായൊരു ഉത്തരമായിരുന്നു. പക്ഷേ ചില നമ്പേഴ്സ് തിരിച്ചിട്ടാലും മറ്റൊരു സംഖ്യ അല്ലെങ്കിൽ ആ സംഖ്യ തന്നെ ആവണം. 88 പെർഫെക്റ്റ് സ്ക്വയർ ആണോ? 353 പെർഫെക്റ്റ് സ്ക്വയർ ആണോ? 441 എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ 4 എന്ന് പറയുന്നത് തിരിച്ചിട്ട എന്താ വരിക? നാല് തിരിച്ചിട്ട 111 പെർഫെക്റ്റ് സ്ക്വയർ ആണോ? 144 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. പക്ഷെ 4 തിരിച്ചിട്ട 4 ആണോ വരിക? 4 തപ്പിക്കൊണ്ടിരിക്കുകയാണ്. 4 4 4 4 അല്ലെങ്കിൽ ഞാൻ എഴുതി കാണിച്ചു തരാം. നാല് എന്നുള്ളത് തിരിച്ചിട്ടാൽ എന്താണ് വരുന്നത്? അതൊരു സംഖ്യ അല്ലല്ലോ. തിരിച്ചിടണം. ആ നമ്പർ പ്ലേറ്റ് തിരിച്ചിട്ടാലും അങ്ങനെ തന്നെ വരുന്നു. 111 പക്ഷെ ഒരു ഇതല്ലല്ലോ, പെർഫെക്റ്റ് സ്ക്വയർ അല്ലല്ലോ. 699 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലല്ലോ. 699 പെർഫെക്റ്റ് സ്ക്വയർ അല്ലല്ലോ. ആരെങ്കിലും ഉത്തരം പറ, കോപ്പി അടിക്കാനാണെന്ന്. സൗമ്യ സുരേന്ദ്രൻ. അജിത് രാജ് അടുത്തെത്തിയിട്ടുണ്ട്, അതാണ് ക്ലൂ. അജിത് രാജ് ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 555. പക്ഷെ മക്കളെ 5 എന്ന് പറയുന്നത് തിരിച്ചിട്ട 5 ഒന്നും വരില്ലല്ലോ. ഞാനിവിടെ എൻ്റെ കാർഡും തപ്പിക്കൊണ്ടിരിക്കുക. 4ഉം 5ഉം ഒക്കെ കാണിച്ചു തരാനേ. കിട്ടിയോ? 888 പെർഫെക്റ്റ് സ്ക്വയർ അല്ലല്ലോ. പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 4 × 4 16 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 16 × 16 256 256 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 696 168 കിട്ടില്ല. 171 ഇല്ല. അതൊന്നും തിരിച്ചിട്ടാൽ ശരിയാവില്ല. അജിത് രാജ് ഇന്നും ഗൂഗിൾ കൂടെ ഉണ്ടോ? ഗൂഗിൾ കൂടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഗൂഗിൾ വൈഫ് ജുനൈദ സല 400 660 അല്ല 353 696 196 9 തിരിച്ചിട്ട് 6 അല്ലേ മോളെ ആവുക? ആൻസ് ഫിലിപ്പ്, സോറി മോളെന്നൊക്കെ വിളിക്കുന്നതിന് സോറി.
ഇനി മേലെ ഇത്തരം ചോദ്യം കൊണ്ട് വരരുതെന്ന് ഞാൻ ചോദിച്ചിട്ടല്ലേ, ഞാൻ ആദ്യം തന്നെ ബെയിലെടുത്തിട്ടല്ലേ, മുൻകൂർ ജാമ്യം എടുത്തിട്ടല്ലേ ചോദിച്ച്. ഞാൻ ചോദിച്ചോട്ടെ എന്ന് ആരോ ഒരാൾ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ആൻസ് ഫിലിപ്പ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നിനെ നമുക്ക് തിരിച്ചിട്ടാലും ഒന്ന് തന്നെ കിട്ടും, അത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതിന് വേണമെങ്കിൽ ഞാനൊരു മാർക്ക് തരാം. കാരണം ഇത്രയും നേരം വേറെ ആരും ഉത്തരം പറയുന്നില്ല. ഞാൻ ഉദ്ദേശിച്ച ഉത്തരം ഒന്നൊന്നല്ല, പക്ഷെ എന്നാലും 1 to 500 ഉള്ള സ്ഥിതിക്ക് 1 ശരിയാണ്. 1 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 1നെ തിരിച്ചിട്ടാലും പെർഫെക്റ്റ് സ്ക്വയർ തന്നെയാണ്. യെസ്, ഉത്തരങ്ങൾ വരുന്നു വരുന്നു വരുന്നു. പ്രീത ഗോപിനാഥൻ, അശ്വതി അച്ചുകുഞ്ഞൻ, വൈശാഖ് ജയ്, അങ്ങനെ ആരോ ഒരാൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആൻസിന് ഞാൻ ഫസ്റ്റ് ഉത്തരം കൊടുക്കുകയാണേ. ആൻസിന് ഞാൻ ഒരു പോയിന്റ് കൊടുക്കുകയാണ്. ആൻസ് 001 തന്നു. യെസ്, 001 ആയാലും തിരിച്ചിട്ടാലും 001. എന്നാ ഞാനും 1. ഇനി ഞാൻ ഉത്തരം തരത്തില്ല. 100 ഉത്തരാണ്. 100 കറക്റ്റായിട്ടുള്ള ഉത്തരാണ്. അത് കൊടുക്കാം. മാത്സ് പഠിക്കാനുള്ള പേടി കൊണ്ട് പഠിപ്പ് നിർത്തി. എനിക്ക് ഇവിടെയും മാത്സ്. സലീന സൈഫ് 100, അജിത് രാജ് 100. അജിത്തെ കോപ്പിടി. ഞാൻ ഉദ്ദേശിച്ച ഉത്തരം 100 ഒന്നൊന്നും അല്ല കേട്ടോ. പക്ഷെ എന്നാലും 100 1 ഞാൻ തരാം. കാരണം പറഞ്ഞ പോലെ പെർഫെക്റ്റ് സ്ക്വയർ ആണല്ലോ. 100 എന്ന് പറഞ്ഞത് തിരിച്ചിട്ടാലും 1ഉം 0 0 ഒക്കെ തിരിച്ചിട്ടാലും ഈ പറഞ്ഞ പോലെ തന്നെ 100 തന്നെയാണല്ലോ കിട്ടുക. യും 001 ആണല്ലോ കിട്ടുക. ശരിയാണ്, അതിനൊക്കെ തരാൻ പറ്റും. അപ്പൊ നമുക്ക് പതുക്കെ ഉത്തരത്തിലേക്ക് കടന്നാലോ. ഞാൻ ഉദ്ദേശിച്ച ഉത്തരം പറഞ്ഞ ഒരാൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഭയങ്കര പുലിക്കുട്ടി ഇവിടെ ഉണ്ട്. പുലിയായ പുലികളെ എല്ലാം പിടിച്ച പുലിക്കുട്ടി ഇവിടുണ്ട്. ഞാനൊരു 0 തപ്പിക്കൊണ്ടിരിക്കുക. സീറോ പെർഫെക്റ്റ് സ്ക്വയർ അല്ലല്ലോ. നമ്മൾ പറഞ്ഞതല്ലേ ഇത്. 169 എന്താ കുഴപ്പം? 169 എന്ന് പറഞ്ഞാല് അത് തിരിച്ചിടുമ്പോൾ 691 എന്നല്ലേ വരിക, അപ്സൈഡ് ഡൗൺ ആവുമ്പോൾ. ഒന്ന് 6 9. ഓക്കെ, ബസ് നമ്പർ 169 തിരിച്ചിടുമ്പോൾ 691 എന്നാണ് വരിക. 691 എന്ന് പറയുമ്പോൾ അത് ഏതിൻ്റെങ്കിലും ഇതാണോ, സ്ക്വയർ ആണോ? അപ്പം ഞാൻ ഉദ്ദേശിച്ച ഉത്തരം പറഞ്ഞുതരാം. 196 196 അത് തിരിച്ചിടുമ്പോൾ 961 എന്ന് വരും. 961 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ തന്നെയാണ്. ഓക്കെ, അപ്പൊ അത് പറഞ്ഞത് വൈശാഖ് ജയ് ആണ്. പക്ഷെ അതുപോലെ തന്നെ 100 എന്ന് പറഞ്ഞാലും 100 എന്ന് പറഞ്ഞാലും പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതിപ്പോ തിരിച്ചിട്ടാലും എന്താണ് വരാൻ പോകുന്നത്? 001 ആണ്. 1ഉം ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതുകൊണ്ട് തന്നെ 100നും 1നും നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ 196 ആയിരുന്നു. അതെ മനസ്സിലായി. അജിത് രാജു അശ്വതി അച്ചുകുഞ്ഞൻ 888 പറയുന്നുണ്ട്. പക്ഷെ 888 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലല്ലോ. ഞാൻ പോകുന്നു, ഡ്യൂട്ടി തുടങ്ങിയെന്ന്. ഇല്ല, അടുത്ത കുസൃതി ചോദ്യങ്ങൾ ചോദിക്കാം. ബിനോ മാത്യു ടീച്ചറെ ഒന്ന് പറ, പ്രീത ഗോപിനാഥൻ പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് 100 ഒക്കെ പറഞ്ഞുകൊണ്ട് തന്നെ എന്നെ ആ രീതിയിലും ചിന്തിപ്പിച്ചതിന് നന്ദിയുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും
ആദ്യത്തെ പോയിന്റ് പോകുന്നത് നമ്മുടെ ആൻ്റെ ഫുൾ നെയിം എന്തായിരുന്നു, ആൻസ് ഫിലിപ്പിനാണ് ആദ്യത്തെ പോയിന്റ് പോകുന്നത്. കാരണം ആള് 001 പറഞ്ഞ് നമ്മളെ ഒന്ന് ചിന്തിപ്പിച്ച ആളാണ്. അപ്പം ആൻസ് ഫിലിപ്പ് ഒരു പോയിന്റ്, വൈശാഖ് ജയ്ക്ക് ഒരു പോയിന്റ്, പിന്നെ ഷൈബി ഷാജു 100 പറഞ്ഞു, ആൾക്കും ഒരു പോയിന്റ് കേട്ടോ. പിന്നീട് ഷാലറ്റ് തോമസ്, സലീന സൈഫ്, അങ്ങനെ ഒരുപാട് പേര് 100 ഒന്നൊക്കെ 001ഉം 100യും പറഞ്ഞവരുണ്ട്. അതുകൊണ്ട് തന്നെ 101 അശ്വതി ശ്രീജിത്തെ 101 പെർഫെക്റ്റ് സ്ക്വയർ അല്ലല്ലോ, 169 കുഴപ്പമില്ല, പക്ഷേ 196 ഉത്തരം. 31ഉം 14ഉം 196ഉം 961 ശരിയാണ്. 144 ആൻസ് ഫിലിപ്പ് ഒരു ഉത്തരം തന്നു, ശരിയാണ്. വീണ്ടും വീണ്ടും ഉത്തരങ്ങൾ പറഞ്ഞ് തെറ്റിക്കല്ലേ. 144 4നെ അപ്സൈഡ് ഡൗൺ തിരിച്ചിട്ടാൽ എന്താണ് ആവുക? 4 തിരിച്ചിട്ട പ്രത്യേകിച്ച് നമുക്ക് വായിക്കാവുന്ന ഒരു സംഖ്യയൊന്നും ആവുന്നില്ല. 4 തിരിച്ചിട്ടു, പ്രത്യേകിച്ച് വായിക്കാവുന്ന ഒരു സംഖ്യ ആവുന്നില്ല. ഒന്ന് എഴുതി നോക്കൂ. നല്ല ചോദ്യം, താങ്ക് യു. 353 തെറ്റാണോ? അതെ, 353 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലല്ലോ. ഓക്കെ, ലക്ഷ്മി ടി എൻ. അപ്പം നല്ല ചോദ്യം എന്നൊക്കെ ചിത്രരാജു ചേട്ടൻ്റെ വകയൊക്കെ നല്ലൊരു കോംപ്ലിമെന്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നും അല്ല. 12:42 നമ്മൾ ഈ ചോദ്യത്തിൽ ഇത്തിരി നേരം ഇരുന്നു അല്ലേ. കുഴപ്പമില്ല. ഞാൻ അടുത്ത ചോദ്യവുമായിട്ട് വരികയാണ്. വളരെ എളുപ്പത്തിലുള്ള ഒരു ചോദ്യം. 353 തെറ്റാണോ എന്ന് ചോദിച്ചാൽ അതെ. കാരണം 353 ഇവിടെ ഉത്തരം ശരിയല്ല. കാരണം എന്തുകൊണ്ടാണ്? 353 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഓക്കെ, പിന്നെ അടുത്ത ചോദ്യം, ആളുകൾ തെന്നി വീഴുന്ന രാജ്യമേത്? ആളുകൾ തെന്നി വീഴുന്ന രാജ്യമേത്? കുസൃതി ചോദ്യം. ആളുകൾ തെന്നി വീഴുന്ന ഈ രാജ്യമേത്? ആളുകൾ തെന്നി വീഴുന്ന രാജ്യമേത്? ആരും ഉത്തരം പറഞ്ഞിട്ടില്ലല്ലോ, സ്ലോ കണക്ഷൻ ആയതുകൊണ്ടാവും അല്ലേ. ആളുകൾ തെന്നി വീഴുന്ന രാജ്യം ഏതാണ്? ജിങ്കിരി 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 പട്ടാളം. ആളുകൾ തെന്നി വീഴുന്ന രാജ്യമേത്? അശ്വതി അച്ചുകുഞ്ഞൻ. ആളുകൾക്ക് തെന്നി വീഴുന്ന രാജ്യമേത്? ആളുകൾ തെന്നി വീഴുന്ന രാജ്യമേത്? ആളുകൾ തെന്നി വീഴുന്ന രാജ്യവുമായി ഞാനിതാ വന്നിരിക്കുന്നു. ആദ്യത്തെ ഉത്തരം വൈശാഖ് ജയ്, ഗ്രീസ്. വളരെ ശരിയായ ഉത്തരം. അടുത്തത് ജുനൈദ സലാഹ്. അപ്പം ജുനൈദ നമ്മുടെ സ്കോർ ബോർഡിൽ കയറിയിരിക്കുന്നു. ജുനൈദ സലാഹിന് ഒരു പോയിന്റ്. സൗമ്യ സുരേന്ദ്രന് വീണ്ടും ഒരു പോയിന്റ്. അജിത് രാജിന് പോയിന്റ് ഇല്ല. 3 പേർക്ക് ആയി കഴിഞ്ഞു കേട്ടോ. അജിത് രാജു നമ്മളോട് ക്ഷമിക്കുബേക്കൂ. ആള് ബാംഗ്ലൂർ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറയാം കേട്ടോ. അപ്പം അജിത് രാജിന് ഗ്രീസ് ശരിയാണ്. പ്രീത ഗോപിനാഥൻ ഗ്രീസ് ശരിയാണ്. സലീന സൈഫ് ഗ്രീസ്. ഐസ്ലാൻഡിലും തെന്നി വീഴാം. ശരിയാണ്. ബിനോ മാത്യു ഐസ്ലാൻഡ്. ആള് ഭയങ്കര വെറൈറ്റി ആണല്ലോ. ശരിയാണല്ലോ അല്ലേ. ഐസ്ലാൻഡിലും തെന്നി വീഴാം പറഞ്ഞ പോലെ. അശ്വതി അച്ചുകുഞ്ഞൻ ഗ്രീസ്. ലൂസി ജോസ് ഗ്രീസ്. അജിത് രാജ് ഐസ്ലാൻഡിലും വീഴാം. ശരിയാണ്, ഐസ്ലാൻഡിൽ വീഴാം. ഞാനിപ്പോഴാണ് ആലോചിക്കുന്നത് ഐസ്ലാൻഡിൽ വീഴാലോ. അപ്പോൾ വെറൈറ്റി ഉത്തരങ്ങൾക്കുള്ള വെറൈറ്റി പട്ടം നമുക്കിന്ന് നമ്മുടെ ബിനോ മാത്യു സാറിന് കൊടുക്കണം കേട്ടോ. അശ്വതി ശ്രീജിത്ത് ഗ്രീസ്. ഷാലറ്റ് തോമസ് ഗ്രീസ്. വിദ്യ മനോജ് ഗ്രീസ്. ലിഷ ശ്രീധർ ഗ്രീസ്. കോപ്പയടിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തതെന്ന്. ഷൈബി ഷാജു മനസ്സിലായി. അത് ഞങ്ങൾ 100ന്റെ ഉത്തരം കേട്ടപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി. ലൂസി ജോസ് ഇന്ത്യയിൽ ഗ്രീസ്. യെസ്, ഒരുപാട് പേര് ഈ ലോകത്ത് പിടിച്ചു നിൽക്കാൻ കോപ്പി വേണ്ടി വരും. കോപ്പി അടിക്കാൻ താങ്കളൊരു മഹാനാണ്. അതെ, മഹാനായ ഷൈബി ഷാജുവിന് എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ നേരുന്നു. വിദ്യ മനോജ് ഞാനും പറഞ്ഞു. വിദ്യ മനോജ് പറഞ്ഞിട്ടുണ്ട്. വിദ്യ മനോജും ഗ്രീസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തോൽക്കാൻ വേണ്ടി കളിക്കുന്ന കളിയാണ്. താങ്കളുടെ ഇഷ്ടപ്പെട്ട ഹീറോസ് ഭഗത് സിംഗ്, നെപ്പോളിയൻ, ഭഗത് സിംഗ് ഒക്കെ ആണോ?
ബിനോ മാത്യു സാറ് അങ്ങനെ തോൽക്കാൻ വേണ്ടി കളിക്കുന്നത് വേണ്ടെന്ന് വെച്ചിട്ടല്ലേ ഷൈബീന്ന്. അതെ അതെ. അപ്പം എല്ലാവരും ദേ സ്കോർ ഒന്ന് വായിക്കട്ടെ. അപ്പോൾ നമ്മൾ 12:46 കടക്കുമ്പോൾ സ്കോറുകൾ വായിക്കുന്നു. ലാസ്റ്റ് 14 മിനിറ്റ്സ് സ്കോറുകൾ വായിക്കുന്നു. വൈശാഖ് ജെയിന് 3, 4, 5 പോയിന്റുകൾ. അതേപോലെ സൗമ്യ സുരേന്ദ്രന് 4 പോയിന്റുകൾ. ജിനു ജെയിംസും അജിത് രാജിന് 3 പോയിന്റുകൾ വീതം. ഷൈബി ഷാജുവിന് 2 പോയിന്റ്. ഷാല തോമസ്, പ്രീത ഗോപിനാഥൻ, ആൻസ് ഫിലിപ്പ്, ജുനൈദ സലാം എന്നിവർക്ക് ഓരോ പോയിന്റ് വീതം. ഷാല തോമസ്, ചോദ്യങ്ങൾക്ക് മുമ്പ് എനിക്കിവിടെ ഉത്തരങ്ങൾ വന്നു കഴിഞ്ഞു. എനിക്കും അതെ, ഞാനും ഇതുപോലെ പവിത്രയുടെയും മറ്റേ സിൽവി ചേച്ചിയുടെ ഒക്കെ കേൾക്കുമ്പോഴുണ്ടല്ലോ, അവർ പറയുന്നതിന് മുമ്പേ ഉത്തരങ്ങൾ വരും. അപ്പം ഞാൻ ആലോചിക്കുമേ ഇവരൊക്കെ നേരത്തെ പറഞ്ഞോ എന്ന് വിചാരിക്കും. 6 വൈശാഖം? 3, 4, 5 അല്ലേ ഉള്ളൂ. നോർവേയിൽ എങ്ങനെയാ തെന്നി വീഴുന്നത്? ആൻസ് ഫിലിപ്പ് ഇവിടെ ചോദ്യം കഴിഞ്ഞ് ഉത്തരം കഴിഞ്ഞ് അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ആൻസ് ഫിലിപ്പിന്റെ വക ഒരു നോർവേ പറയുന്നുണ്ടല്ലോ. ഞാൻ വെണ്ടയ്ക്ക മുറിക്കാൻ പോയി, ക്വസ്റ്റ്യൻ കേട്ടില്ല. ദൂരം കൂടുതൽ ഡിലേ ഉണ്ട്, ന്യൂസിലാൻഡിൽ നിന്നാണ്. ഓക്കെ, അതായത് തെന്നി വീഴുന്ന രാജ്യം ഏതാണെന്നാണ് ചോദിച്ചത്. ഗ്രീസ് ആണ് ഉത്തരം. ഐസ്ലാൻഡ് എന്നും നമുക്ക് ഒരു ഉത്തരം കേട്ടു, അതും വളരെ ശരിയായ ഉത്തരമാണ്. ഓക്കെ, അപ്പൊ അടുത്ത ഒരു ചോദ്യം ചോദിക്കട്ടെ. പെർഫെക്റ്റ് സ്ക്വയർ ഒക്കെ നമ്മൾ കഴിഞ്ഞതാണ്. ഇനി ഒരു കണക്ക് ചോദ്യം വേണോ, കണക്കില്ലാത്ത ചോദ്യം വേണോ, കണക്കുള്ള ചോദ്യം വേണോ? ഞാൻ ചോദിക്കട്ടെ, ഒരു ചോദ്യം ചോദിക്കുകയാണ്. എനിക്ക് പല്ലുണ്ട്, കീരി പല്ലുണ്ട്, എനിക്ക് കീരി പല്ലുണ്ട്, പക്ഷെ ഞാൻ കടിക്കില്ല. എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നേ. ഷൈബി ഷാജു വിശക്കണ്ട. അതെ, ഒരു 14 മിനിറ്റ്, ഒരു 13 മിനിറ്റ്, 12 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ ഞാനും പോവായി. എനിക്ക് ഉത്തരം പറഞ്ഞാൽ എൻ്റെ ഉത്തരം മാത്രം ആരും സ്ക്രീനിൽ കാണാറുള്ളത്, ആദ്യമായാണ് ശരിക്കും കാണുന്നത്. അപ്പോൾ എനിക്ക് പല്ലുണ്ട്, പക്ഷെ ഞാൻ കടിക്കൊന്നുമില്ല. അതാരാ? ഞാനാരാ? കീരിപ്പല്ലുണ്ട് എന്നാൽ ഞാൻ കടിക്കില്ലാന്ന്. ചെരവയ്ക്ക് പല്ലുണ്ട്, കടിക്കില്ല. ചെരവ ഒരു ഉത്തരാണ്. ഗിയർ, ചെരവ. വേറെ വല്ല ഉത്തരങ്ങളുണ്ടോ? ചീപ്പ്. ഞാൻ ചീപ്പ് ഷോ ഇറക്കുന്നു എന്നാണോ ജിഷ റിജോ പറഞ്ഞത്? വൈശാഖ് ജയ് കോമ്പുമായിട്ട് വന്നിട്ടുണ്ട്. കണക്ക് വേണ്ട, കണക്കല്ല. സലീന സൈഫ് ചീപ്പ് പറഞ്ഞിട്ടുണ്ട്. ജുനൈദ സല ചെരവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചെരവ, ചീപ്പ്. ടൂത്ത് പേസ്റ്റിന് പല്ലുണ്ടോ? അതിൽ ടൂത്ത് എന്നുള്ളതുകൊണ്ടായിരിക്കും അല്ലേ? പല്ലുണ്ട് പക്ഷെ കടിക്കില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ. അങ്ങനെ സതീഷ് വി നല്ല വ്യത്യസ്തമായ ഉത്തരവൊക്കെ തന്നിട്ടുണ്ട്. സൗമ്യ സുരേന്ദ്രൻ ചീപ്പ്, ലൂസി ജോസ് ചെരവ, ഗിയർ വീല് ബിനോ മാത്യു എപ്പോഴും സമയം എടുക്കണ്ടോ? കാരണം എന്തുകൊണ്ടാ? ആളിങ്ങനെ ആലോചിക്കും ഞാൻ വെറൈറ്റി എന്ത് ഉത്തരം പറയും, ഹൗ ടു സ്റ്റാൻഡ് ഔട്ട് എന്നാണ് ആൾ ആലോചിക്കുന്നത്. പക്ഷെ ഇറ്റ് വാസ് സോ ഫൺ. അപ്പോൾ ചിരവ, ലിഷ ശ്രീധർ 5 ചിരവ വന്നിട്ടും ചോദ്യം വന്നിട്ടില്ല. ചീപ്പ്, ബ്ലൂടൂത്ത്, സ്പെല്ലിംഗ് മാറിപ്പോയി, ചീപ്പ്. അതന്നെ, ഞാൻ ചീപ്പ് ഷോ ഇറക്കുന്നു എന്നാണോ ലിഷ റിജോ ഉദ്ദേശിച്ചത്? ടൂത്ത് ബ്രഷ് ചിരവ. ടൂത്ത് ബ്രഷ് ചിരവ. ചിരവയുടെ ചോദ്യം ഒന്ന് പറയാവോ? ചിരവയുടെ ചോദ്യം പല്ലുണ്ട് ഞാൻ കടിക്കില്ല, പല്ലുണ്ട് കടിക്കില്ല, അതാണ് ഉത്തരം. അപ്പോ അജിത് രാജിന് ചെരവയും കൊണ്ട് ചെരവം വന്ന അജിത് രാജിന് നമ്മൾ ആദ്യത്തെ പോയിന്റ് കൊടുക്കുന്നു. ഷാല തോമസ് വീണ്ടും ചെരവ പറഞ്ഞ ഷാല തോമസിനും ഒരു എണ്ണം കൊടുക്കുന്നു. അജിത് രാജ് ഗിയറും പറഞ്ഞിട്ടുണ്ട്, ഗിയറും ശരിയാണ്, അതിനും ടീത്ത് ഉണ്ട്. പക്ഷെ അജിത് രാജിന് വീണ്ടും പോയിന്റ് കൊടുക്കുന്നില്ല. സൗമ്യ സുരേന്ദ്രന് അടുത്ത ചെരവയുടെ പോയിന്റ് കൊടുക്കുന്നു. ജിഷ റിജോ ചീപ്പും ഉത്തരമാണ്. എനിക്ക് മനസ്സിലായി, ചീപ്പിന്റെ സ്പെല്ലിങ് പോലും തെറ്റിയിട്ടില്ല ആദ്യം പറഞ്ഞപ്പോൾ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. വൈശാഖ് ജയ് കോമ്പെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ആ ചീപ്പ് കോപ്പി അടിക്കണ്ടെന്ന് വെച്ച് കോമ്പെന്ന് പറഞ്ഞു. പിന്നെ കുറേ പേര് സലീന സൈഫ് ചീപ്പ് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, ചീപ്പ്, ചെരവ, ഗിയർ എല്ലാം ശരിയാണ് കേട്ടോ. ഇതിനെല്ലാം ഉത്തരം മാർക്ക് തരാം. പക്ഷെ മാർക്ക് തരാം എന്നല്ല, ഇതൊക്കെ ശരിയായ ഉത്തരമാണെന്ന് ഞാൻ സമ്മതിക്കാം. പക്ഷെ ആദ്യത്തെ 3 പേർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൊടുത്തിട്ടുള്ളത് വൈശാഖ് ജയ്ക്കും വൈശാഖ് ജയ്ക്കില്ല, അജിത് രാജിനും സൗമ്യ സുരേന്ദ്രനും. പിന്നെ ആർക്കായിരുന്നു?
അജിത് രാജു അജിത് രാജു, ഷാലറ്റ് തോമസ്, സൗമ്യ സുരേന്ദ്രൻ, ഇവർക്ക് 3 പേർക്കാണ് ഓരോ പോയിന്റുകൾ വീതം കൊടുത്തിട്ടുള്ളത്. ഈ പറഞ്ഞതൊക്കെ ഞാൻ അങ്ങനെ പറയുവോ കുഞ്ഞേ? പറയില്ലെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ ജിഷ റിജോ. ശരി, ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കട്ടെ. അപ്പോൾ അടുത്ത കണക്ക് വേണോ, കണക്ക് വേണ്ടേ, കണക്ക് വേണോ, കണക്ക് വേണ്ടേ? കണക്കുകൾ വേണോ, കണക്കുകൾ വേണോ, കണക്ക് വേണോ? ഈ കടം കഥയ്ക്ക് ഉത്തരം ചൊല്ലാമോ? ലൂസി ജോസ് ഇന്ത്യയിൽ എനിക്ക് വേണമെന്നോ? എന്താ എനിക്ക് വേണ്ടേ? ഒരു കണക്ക് ആയിക്കോട്ടെ അല്ലേ, പ്ലീസ്. ഒരു കണക്ക്. അപ്പൊ നമുക്ക് ഒരു കണക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കണക്കാണേ ആണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ നമുക്ക് നോക്കാം സിമ്പിൾ ആണോ എന്നുള്ളത്. അതായത് 7 മണി അടിക്കുമ്പോൾ ടിങ് 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 എന്ന് പറഞ്ഞിട്ട് പള്ളിമണി അടിക്കുമ്പോൾ 7 മണിക്ക് 7 സെക്കൻഡ് എടുക്കും എന്ന് വിചാരിക്കാം. 7 സെക്കൻഡ് കൊണ്ടാണ് 7 മണിയുടെ ബെല്ലടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 10 മണിയുടെ ബെല്ലടിക്കാൻ എത്ര നേരം എടുക്കും? ഓക്കെ, 7 സെക്കൻഡ് കൊണ്ടാണ് 7 മണിയുടെ ഡിങ് ഡിങ് എന്ന് പറഞ്ഞ് അടിക്കുന്നത്, 7 പ്രാവശ്യം അടിക്കുന്നതെങ്കിൽ 10 മണി അടിക്കാൻ എത്ര നേരം എടുക്കും? 10 മണിയുടെ ബെല്ലടിക്കാൻ എത്ര നേരം എടുക്കും? ഡിങ് ഡോങ് അടിക്കാനേ, ഡിങ് 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 10 മണി അടിക്കാൻ എത്ര സമയം എടുക്കും? 7 മണി അടിക്കാൻ 7 സെക്കൻഡ് എടുക്കുമെങ്കിൽ 10 മണിയുടെ ബെല്ലടിക്കാൻ എത്ര സെക്കൻഡ് എടുക്കും? ഇതാണ് ചോദ്യം. 10 സെക്കൻഡ് ആണോ? ദിസ് ഇസ് എ മാത്സ് ക്വസ്റ്റ്യൻ. ശരിക്കുള്ള കണക്ക് ചോദ്യമാണ്, കുസൃതിയല്ല. 9 സെക്കൻഡ് എടുക്കണോ? 10 സെക്കൻഡോ? 7 മണിക്ക് 7 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 10 മണിക്ക് 10 സെക്കൻഡ് നമ്മൾ അറിയാതെ പറഞ്ഞു പോവും. പക്ഷെ 3 മണിക്കൂർ 10 സെക്കൻഡോ? അതായത് അല്ല, ആ ഇടയിലുള്ള ഇതല്ല ചോദിച്ചത്. 7 മണി മുതൽ 10 മണി വരെയുള്ള ഗ്യാപ്പല്ല ചോദിക്കുന്നത്, മണി അടിക്കുന്നതിനുള്ള സമയം ആണ് ചോദിക്കുന്നത്. എല്ലാം എഴുതാം. ഇതുവരെ ആരും പറഞ്ഞതിൽ ഉത്തരം ഇല്ല എന്ന് കൂടെ പറയാം. ജുനൈദ സല, സൗമ്യ സുരേന്ദ്രൻ, സലീന സൈഫ്, ലൂസി ജോസ്, ലിഷ ശ്രീധർ, നിങ്ങളൊന്നും പറഞ്ഞതിലുള്ള കൃത്യമായിട്ടുള്ള ഉത്തരമില്ല. ഉത്തരങ്ങൾ വരുന്നുണ്ട്, ഉത്തരങ്ങൾ വരുന്നു. ഐ എം ഹാപ്പി. ഉത്തരങ്ങൾ കാണുമ്പോൾ സന്തോഷം. കൂട്ടില്ല, ഞാൻ പോകുക. 11 വൈശാഖ ജയ് 7, അജിത് രാജ് 7. 600 സെക്കൻഡോ? 600 സെക്കൻഡൊക്കെ എടുക്കുമോ ഷാലറ്റ് തോമസേ? അജിത് രാജ് 10.5, പ്രീത ഗോപിനാഥൻ 8, സതീഷ് വി 8.5. ഞാനൊരു 8 ഇട്ടു, ഞാനൊരു അരയും കൂടി ഇട്ടു എന്നൊക്കെ പറയുന്ന പോലെ എല്ലാവരും ഇങ്ങനെ ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. 1 സെക്കൻഡോ? 7 സെക്കൻഡ്. 8.5 സെക്കൻഡ് സതീഷ് വി, സലീന 11. എല്ലാം അടിക്കാം, എന്നിട്ട് ആലോചിക്കാം എല്ലാ ഉത്തരങ്ങളും. അല്ല, ഗൂഗിളില്ലേ ഇന്ന്? വൈഫ് ഗൂഗിളിൽ അടുത്തില്ലേ അജിത് രാജു? അടിക്കുന്നവന്റെ സ്പീഡ് പോലെ അതെ, ആൻസർ വരുന്നതിന്റെ സ്പീഡ് അനുസരിച്ചിട്ടാണ് ഇവിടെ ഇത് കൊടുക്കുന്നത്. പക്ഷെ കറക്റ്റ് ആൻസർ ഇപ്പൊ ഞാൻ നോക്കിയിട്ട് 2 പേരെ ആകെ പറഞ്ഞിട്ടുള്ളൂ. 2 പേര് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഉത്തരങ്ങൾ പോരട്ടെ എന്നാ ഞാനും 11 കമ്മ കിടക്കട്ടെ. അയ്യോ, വെള്ളം കുടിച്ചോ, വെള്ളം കുടിപ്പിക്കുന്ന ചോദ്യം കൊണ്ടുവരും. സത്യം, നല്ല ചോദ്യം, താങ്ക് യു. 11 ജിഷ റിജോ. 11-ല്
ഉറപ്പിച്ചോ? 10:30 ഉത്തരം. ഞാനിപ്പോ ഏതുവാ ഉത്തരവായിട്ട് എടുക്കണ്ടേ? 7 മണി അടിക്കാൻ 7 മിനിറ്റ് 7 സെക്കൻഡ് എടുക്കുമെങ്കിലേ 10 മണി അടിക്കാൻ ശരിക്കും 10.5 സെക്കൻഡാണ് എടുക്കുന്നത്. എങ്ങനെയാണ് ഇത് വരുന്നതെന്നും കൂടെ പറഞ്ഞുതരാം. അതായത് 7 മണി അടിക്കാൻ 7 സെക്കൻഡ് എന്ന് പറയുന്നത് എങ്ങനെയാ? ഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ബെല്ല് കഴിഞ്ഞിട്ട് അവസാനത്തെ ബെല്ല് വരെ ഉള്ള സമയമാണ് ഈ 7 സെക്കൻഡ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ അതിനിടയ്ക്ക് ഡിങ് 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 എന്ന് പറഞ്ഞിട്ട് 7 മണികൾ അടിക്കുമ്പോൾ അതിനിടയ്ക്ക് 6 ഇന്റർവെല്ലുകളാണുള്ളത്, അല്ലെ? 6 ടൈം ഗ്യാപ്പാണുള്ളത് 7 മണികൾ അടിക്കുമ്പോഴേക്കും. അപ്പോൾ ആ 6 ടൈം ഗ്യാപ്പുകളാണ് ഈ എന്ത് പറയുന്നത് 7 സെക്കൻഡ് എന്ന് പറയുന്നത്. അതായത് ഒരു ഡിങ് ഡിങ്ങിന്റെ ഇടയിൽ 2 മണികളുടെ ഇടയിൽ എത്ര ടൈം ഗ്യാപ്പ് വന്നു? 7/6 ആണ് ടൈം ഗ്യാപ്പ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 10 മണി അടിക്കുമ്പോൾ 10 മണികളുടെ ഇടയിൽ എത്ര ടൈം ഗ്യാപ്പ് വന്നു? ഡിങ് 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 എന്ന് പറഞ്ഞിട്ട് 10 മണികൾ അടിക്കുമ്പോൾ 9 ടൈം ഗ്യാപ്പ് വരുന്നുണ്ട്, 9 ഇന്റർവെല് വരുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഒരു ഇന്റർവെല്ലിന്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 7/6 ആണെങ്കിൽ മൊത്തം 9 ഇന്റർവെല്ലിന് 7/6 × 9 7/6 × 9 ആണ്. അതായത് 10.5 സെക്കൻഡ് ആണ് അവിടെ വരുന്നത്. കറക്റ്റ് ആണ് അജിത് രാജ് പറഞ്ഞത്. അപ്പോ ഒരു 3 പേര് കൃത്യമായിട്ടുള്ള ഉത്തരം ഇതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അശ്വതി ശ്രീജിത്ത്, അജിത് രാജ്, പിന്നെ ആൻസ് ഫിലിപ്പും. അപ്പോ അശ്വതി ശ്രീജിത്ത് ആദ്യമായിട്ട് സ്കോർ ബോർഡിൽ കയറുന്നു. ആദ്യത്തെ ഉത്തരം ആളുടെ ആയിരുന്നു. ആൻസ് ഫിലിപ്പും പിന്നെ അജിത് രാജും കൂടെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കൃത്യമായിട്ടുള്ള ഉത്തരമായിരുന്നു. നല്ലൊരു കാൽക്കുലേഷനാണ്. കറക്റ്റായിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ കണ്ടുപിടിക്കേണ്ട ഒരു ഉത്തരമാണ് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നു, സന്തോഷമുണ്ട്. അടുത്ത ഒരു ചോദ്യം ചോദിക്കട്ടെ. പതിനെട്ട് സെക്കൻഡ് ഷാലറ്റ് തോമസ്, അല്ല 10:30 10.5 സെക്കൻഡാണ് ഉത്തരം കേട്ടോ. അപ്പൊ അടുത്ത ഒരു ചോദ്യത്തോടു കൂടി നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. ലാസ്റ്റ് ചോദ്യമാണ്. നമ്മൾ കണക്കായി പോയത്. ഞാൻ പോയിട്ട് സിനിമ ക്യൂസിന്റെ അന്ന് വരെ 1/2 സെക്കൻഡ് അല്ലേ വ്യത്യാസമുള്ളൂ, തന്നൂടേന്നല്ലേ? അല്ല, ലാസ്റ്റ് ചോദ്യം ഭയങ്കര എളുപ്പ ചോദ്യമാണ്, എല്ലാവർക്കും ഉത്തരം പറയാൻ പറ്റുന്ന നല്ല തീ പോലത്തെ ചോദ്യം ചോദിക്കട്ടെ. കുസൃതി ചോദ്യം എന്നൊക്കെ പറഞ്ഞിട്ട് മോഹിപ്പിച്ചിട്ട് കാഞ്ഞ ബുദ്ധി വേണ്ട ചോദ്യം ചോദിക്കുക ഇല്ല. സിമ്പിൾ ചോദ്യം ചോദിക്കാം. ഓക്കെ, ചില ഹോട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വേണ്ടേ? അതിന് വേണ്ടിയിട്ടാ 1-2 മാത്സ് ഒക്കെ എടുത്തിട്ട് അടിപൊളി ചോദ്യങ്ങൾ ഷാലറ്റ് തോമസിന്റെ വക. അപ്പോ അടുത്ത ചോദ്യം, എനിക്ക് ഭക്ഷണം തന്നാൽ ഞാൻ ജീവിക്കും, ഞാൻ അങ്ങ് ജീവിച്ച് വരും, വലുതാവും. എന്നാൽ എനിക്ക് വെള്ളം തന്നാലോ ഞാൻ ചത്തുപോകും. ഭക്ഷണം തന്നാൽ ഞാൻ വളർന്നു വലുതാകും, വെള്ളം തന്നാൽ ഞാൻ ചത്തുപോകും. ഞാനാരാ? ഇതാണോ സിമ്പിള്? ഇത് കുറച്ച് സിമ്പിളാ. ഒന്ന് ആലോചിച്ച് ആൻസർ കേട്ടാ അയ്യോ എന്ന് പറയും. കുഞ്ഞു കുസൃതി ചോദ്യമാണ്. ദിസ് ഇസ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ കൂട്ടക്ഷരങ്ങൾ ക്വിസിലെ അവസാനത്തെ ചോദ്യമാണ്. ഉത്തരങ്ങൾ പോരട്ടെ. എനിക്ക് ഭക്ഷണം തന്ന ഞാനങ്ങ് വളർന്ന് വലുതാവും. വെള്ളം തന്നാലോ ഞാൻ ചത്തുപോവും. ഞാൻ തീയാണെന്നൊക്കെ എനിക്കറിയാം. ഞാൻ ഫയറാണ്, പുഷ്പ ഫ്ലവർ അല്ല എന്നൊക്കെ എനിക്കറിയാം. ഉപ്പിന് അടേ ലക്ഷ്മി ടി ഞാൻ ഉപ്പെന്ന് പറയുന്നുണ്ട്. അത് എന്തിന്റെ ഉത്തരമായിരുന്നു? തീ ചോദ്യമാണല്ലേ. ഇതാണോ സിമ്പിൾ എന്ന് ചോദിച്ച കണക്കിന്റെ കാര്യത്തിലാണ്. സൗമ്യ സുരേന്ദ്രൻ. ഓക്കെ. കുറെ പേര് തീയാണ് ഫയർ ആണെന്നൊക്കെ പറയണ്ട്. എനിക്കറിയാം ഞാൻ തീയാണ്, ഞാൻ ഫയറാണ്. ഫയർ പുഷ്പ ഫയറാണ്. ഇന്ന് വരാൻ ലേറ്റായി ജിഷ റീജോ പറയാ. അയ്യോ, ഇത് ആദ്യം മുതലേ കേട്ടിരുന്നെങ്കിൽ നല്ല രസമായേന്നല്ലേ. അപ്പോ തീ പുഷ്പ തീയാണല്ലേ, ഫയറാണ്. അപ്പോ ഇന്ന് ഫയർ ചോദ്യങ്ങളുമായി വന്ന് ജിഷ റിജോ അങ്ങനെ ഫൈനലി സ്കോർ ബോർഡിൽ കയറിയിരിക്കുകയാണ്. 1 പോയിന്റോടുകൂടി അജിത് രാജു 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഷൈബി ഷാജുവിനും
1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ശാലത് തോമസ് തീ പറഞ്ഞു, സദാനന്ദകുമാർ തീ പറഞ്ഞു, സൗമ്യ സുരേന്ദ്രൻ തീ പറഞ്ഞു, അജിത് രാജ് വീണ്ടും ഫയർ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താ എനിക്ക് തീ എന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? ജുനൈദ് സല തീ പറഞ്ഞു, റൂബി നിസാർ തീ പറഞ്ഞു, സലീന സൈഫ് തീ പറഞ്ഞു, ലക്ഷ്മി ടി എൻ ഉപ്പ് കൊണ്ട് എന്താ ഉദ്ദേശം എന്ന് പറയണം. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കില്ല എന്നുള്ളതാണോ ഉദ്ദേശിച്ചത്? ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്നതായിരിക്കും അല്ലേ? വൈശാഖ് ജയ് തീ. അയ്യോ, രാജസ്ഥാനിൽ നിന്ന് ഉത്തരം വരാൻ ഇത്തിരി വൈകിപ്പോയി. തീയുള്ള ചൂട്, തീ പോലുള്ള ചൂടല്ലേ അവിടെ, അതുകൊണ്ടായിരിക്കും. പ്രീത ഗോപിനാഥൻ തീ, നിഷ ശ്രീധർ തീ, വീണ്ടും പോയോ? ലൂസി ജോസഫ് തീ, സതീഷ് തീ, ഉത്തരങ്ങൾ കുട്ടിയുടെ പ്രസന്റേഷൻ അടിപൊളിയാ. താങ്ക് യു സോ മച്ച്. കൂട്ടക്ഷരങ്ങൾ ടൈപ്പ് വെച്ച ഞാൻ ആരാ? ഈ സാധാരണ ലാസ്റ്റ് ക്വസ്റ്റിന്റെ ഉത്തരം അതാണെന്ന്. അത് ശരി, ഞാനല്ലേ ആദ്യം പറഞ്ഞത്. സൗമ്യ സുരേന്ദ്രൻ. ആൻസ് ഫിലിപ്പ് ഫയർ തീ. ചോദ്യം മിസ്സായി. ഷിജു സൂപ്പർ ആട്ടോ. ഉപ്പിൽ വെള്ളം ഒഴിച്ചാൽ കാണാൻ പറ്റില്ലല്ലോ, അതാകും പറഞ്ഞത്. അതായിരിക്കും ചോദ്യം മിസ്സായി എന്നല്ലേ. അതായത് ബിനോ മാത്യു സാറേ, ചോദ്യം അതായത് ഇതാണ്: എനിക്ക് തിന്നാൻ തന്നാല് ഞാനങ്ങ് വളർന്ന് വലുതാവും, എന്നാലോ വെള്ളം തന്നാലോ ഞാൻ ചത്തു. അതാണ് ചോദ്യം. തീയാണ് ഉത്തരം. അപ്പൊ സലീന സൈഫും നമ്മുടെ സൗമ്യ സുരേന്ദ്രനും നേരത്തെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനൊന്ന് നോക്കി നോക്കട്ടെ. ഇതാണോ സിമ്പിൾ എന്നുള്ളതാണ് സൗമ്യ സുരേന്ദ്രൻ എനിക്ക് വന്നിട്ടുള്ളത്. സലീന സൈഫ് തീ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതെനിക്ക് ജുനൈദ സലാസ് റൂബി നിസാറൊക്കെ കഴിഞ്ഞിട്ടാണ് ഉത്തരം വന്നിട്ടുള്ളത്. തീയെന്ന് കേട്ടോ. നെറ്റ് ഇഷ്യൂസ് ആണെന്ന് തോന്നുന്നു. അതെ. എന്റെ സ്ലോൺ. ഷിജുവിന് അഭിനന്ദനങ്ങൾ. അടിപൊളി ക്വിസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് അജിത് രാജു അണ്ണന് വളരെ നന്ദിയുണ്ട്. അപ്പൊ 1-3 എല്ലാവർക്കും. ഇന്ത്യയിൽ എല്ലായിടത്തും 1-3 കൊൽക്കത്ത ടൈം സോൺ 5 എന്താ പറയാ, ഗ്ലോബൽ ടൈം സോൺ പ്ലസ് 5:30 അല്ലേ നമ്മുടെ. അപ്പോൾ കല്യാണ സദ്യയാണോ? താങ്ക് യു ക്വിസ് മാസ്റ്റർ. വെള്ളം കുടിച്ചാൽ പൂവും കഴിച്ച ആളിക്കൊത്തിക്കൊണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞത് ചോദ്യത്തിന്റെ ആദ്യ ഭാഗം. വിശക്കുന്നു എന്ന് പറയാതെ പറഞ്ഞതാ. ഓ എല്ലാവരും തുല്യരായി കാണാൻ ശ്രമിക്കുക. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തികളെ നോക്കാതെ മറ്റുള്ളവരെ കൂടെ മൈൻഡ് ചെയ്യുക. ഞങ്ങൾ കമന്റ് ഇട്ടാൽ കാണില്ല, അതേത് വഴി പോകുന്നു. വിജയൻ വടക്കേക്കര. വിജയൻ വടക്കേക്കരയുടെ ആദ്യത്തെ ചോദ്യമാണ്, ആദ്യത്തെ കമന്റാണ് എനിക്കിവിടെ വന്നത് കേട്ടോ. എനിക്ക് അറിയില്ല, ഞാൻ തുല്യരായി കാണാത്തത് എന്റെ നെറ്റാണ്. എന്ത് ചെയ്യാനാ, എനിക്ക് അറിയാൻ പാടില്ല ഇതെന്തുകൊണ്ടാന്ന്. ഇത് ജിയോ ഒന്നും അല്ലല്ലോ, അംബാനിയുടെ നെറ്റ് അല്ലല്ലോ. അതാണെങ്കിൽ പിന്നെയും തുല്യരായി കാണുന്നില്ലെന്ന് പറയായിരുന്നു. ഇന്ന് ആദ്യമായാണ് ഞാൻ പങ്കെടുക്കുന്നത്. 3rd ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്തത്. 45 മിനിറ്റ് കടന്നു പോയത് അറിഞ്ഞില്ല. ഗുഡ് പ്രസന്റേഷൻ ശാലത് തോമസ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ ലീഡർ ബോർഡ് ഒന്ന് വായിച്ചിട്ട് ഇൻട്രസ്റ്റിംഗ് ക്വിസ് ആൻസ് ഫിലിപ്പ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ സ്കോർ ബോർഡ് ഒന്ന് വായിക്കട്ടെ. ഫസ്റ്റ് പ്രൈസ് എന്റെ അമ്മേ അജിത് രാജു അണ്ണാ, യു ആർ ദ ഫസ്റ്റ്. അജിത് രാജിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് 6 പോയിന്റോടുകൂടി അജിത് രാജിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് വൈശാഖ് ജയും സൗമ്യ സുരേന്ദ്രനുമാണ്. വൈശാഖ് ജയ്ക്ക് 5 പോയിന്റും സൗമ്യ സുരേന്ദ്രനും 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വൈശാഖ് ജയും സൗമ്യ സുരേന്ദ്രനുമാണ് സെക്കൻഡ്. ജിനു ജെയിംസും ഷൈബി ഷാജുവാണ് തേർഡ്. 3 പോയിന്റോടുകൂടി തേർഡ് സ്ഥാനം വന്നിട്ടുള്ളത് ജിനു ജെയിംസും ഷൈബി ഷാജുവാണ്. പിന്നെ ശാലത് തോമസും ആൻസ് ഫിലിപ്പുമാണ് തൊട്ടു പുറകിലുള്ളത് 2 പോയിന്റോടുകൂടെ. പിന്നെ പ്രീത ഗോപിനാഥൻ, ജുനൈദ സല, ജിഷ റിജോ, അശ്വതി ശ്രീജിത്ത് എന്നിവർ ഓരോ പോയിന്റുകളും. ഐഷാഖിനും 6 ഉണ്ടെന്നാ പറഞ്ഞെന്നോ. ഷിജു സൂപ്പർ. എല്ലാ ഞായറും ചൊവ്വയും വരൂ എന്നോടാണോ? എല്ലാ ഞായറാഴ്ചയും ചൊവ്വാഴ്ച വരുന്നത് വീട്ടിൽ പിച്ചക്കാരാ. അത് ശരിയാ അജിത് രാജു, ഞാൻ വരാട്ടോ, പിച്ചയാ. ഇൻട്രസ്റ്റിംഗ് ക്വിസ്. എനിക്ക് വയ്യ. വൈശാഖിന് 6 ഉണ്ടെന്നാ പറഞ്ഞത്. വൈശാഖിന് 6 ഉണ്ടോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഒരു ഉത്തരം കൂടെ പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. പക്ഷെ സ്കോർ ബോർഡിലേക്ക് കയറിയോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ എന്തായാലും അജിത് രാജിന് ആശംസകൾ, വൈശാഖ് ജയ്ക്ക് ആശംസകൾ, അതേപോലെ
സൗമ്യ സുരേന്ദ്രന് ആശംസകൾ, ജിനു ജെയിംസിന് ആശംസകൾ, ഷൈബി ഷാജുവിന് ആശംസകൾ, ഷാലറ്റ് തോമസ്, ആൻസ് ഫിലിപ്പ് എന്നിവർക്ക് ആശംസകൾ, പ്രീത ഗോപിനാഥ്, ജുനൈദ സല, ജിഷ റിജു, അശ്വതി ശ്രീജിത്ത് എന്നിവർക്കും ആശംസകൾ. ഒരുപാട് പേര് പിന്നെ ഇതിലൊന്നും സ്കോർ ബോർഡിൽ വന്നില്ലെങ്കിലും പങ്കെടുത്ത സലീന സൈഫ്, റൂബി നിസാർ, ജുനൈദ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ആശംസകൾ. ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ. പെരിയാറാ 6 ഉണ്ടെന്നാ പറഞ്ഞു, പെരിയാർ. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ. ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ. ഇന്ന് പങ്കെടുക്കാൻ കഴിയാത്തവരെല്ലാവരും FB ലൈവ് ഇതിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് അപ്ലോഡ് ആവും നമ്മുടെ കൂട്ടക്ഷരങ്ങളുടെ സൈറ്റിലും ഇതിലൊക്കെ, നമ്മുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ. അപ്പോൾ എല്ലാവരും അത് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും പൂരം ആശംസകൾ. അടുത്ത ഞായറാഴ്ച ആവട്ടെ. എനിക്ക് 2 പോയിന്റ് ഉണ്ടായിരുന്നല്ലോ, ചെക്ക് ചെയ്യണേ. വെറുതെ ഒരു ഷാലറ്റ് തോമസിന് 2 പോയിന്റ് ഉണ്ട്. അജിത് രാജ് 6 പെരിയാറല്ല ചിന്നാറാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ. പങ്കെടുത്ത ഫസ്റ്റ് കിട്ടിയവർക്കും സെക്കൻഡ് കിട്ടിയവർക്കും ഒന്നുമല്ല. അശ്വതി ശ്രീജിത്തിന് ആശംസകൾ. പങ്കെടുത്തു, 1 പോയിന്റ് കിട്ടി. സതീഷൊക്കെ പങ്കെടുത്തു, ഉത്തരങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ബിനോ മാത്യു സാറിന് പ്രത്യേകം, കാരണം ചൊവ്വ വരണം എന്നല്ലേ. ചൊവ്വാഴ്ച വീട്ടിൽ പ്രത്യേകം വരുന്ന പിച്ചക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ വരാട്ടോ. നമ്മുടെ എല്ലാവർക്കും നന്ദി. ബിനോ മാത്യു സാറ് ആണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വെറൈറ്റി ഉത്തരങ്ങളൊക്കെ തന്നുകൊണ്ട് നമ്മളെ ഭയങ്കരമായിട്ട് ചിരിപ്പിച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനും ആശംസകൾ. അപ്പോൾ സ്കോർ ബോർഡിലൊന്നും കയറാൻ പറ്റിയില്ലെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിം കാഴ്ചവെച്ച ഒരുപാട് പേരുണ്ട് ഇതിൽ. ഒരുപാട് നമ്മളെ ചിരിപ്പിച്ചവരുണ്ട്. നന്ദേച്ചി, പവിത്ര ഉണ്ണി, ജയശ്രീ ഇന്ന് കണ്ടില്ല, രമ്യ ഇന്ന് കണ്ടില്ല. ഒരുപാട് പേരെ, ഒരുപാട് ഇമ്പോർട്ടന്റ് VIP-കളെ ഒന്നും ഇന്ന് കണ്ടിട്ടില്ല. എന്തു പറ്റിയാവോ? അപ്പോൾ എല്ലാവരും തൃശ്ശൂർ പൂരം ആണെന്ന്, എല്ലാവരും തൃശ്ശൂർ പൂരമൊക്കെ ലൈവിൽ ഇരുന്ന് കണ്ടോളൂ. കുടമാറ്റം ഇന്ന് 15 മിനിറ്റ് ഉള്ളൂ. ഇന്ന് വെടിക്കെട്ടില്ല. ചൊവ്വ ക്വിസ് വരാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ വരാം. അപ്പം എല്ലാവർക്കും ക്വിസ് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ സന്തോഷം. അപ്പം എല്ലാവർക്കും ഹാപ്പി ഗുഡ് ഡേ. എല്ലാവർക്കും ഒരു ഗുഡ് ഡേ ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. തൃശ്ശൂർ പൂരം ആശംസകൾ. എല്ലാവരും TV-യിലൊക്കെ ഇരുന്ന് കാണുക, അതാ നല്ലത് അങ്ങോട്ട് പോകുന്നതിനേക്കാട്ടിലും. കാരണം ഭയങ്കര ചൂടാണ്. ചൂടാണ്. സ്കോർ ബോർഡിൽ ഇടം നേടിയവർക്ക് അഭിനന്ദനങ്ങൾ. സ്കോർ ബോർഡിൽ ഇടം നേടാത്തവർക്കും അഭിനന്ദനങ്ങൾ. പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പം എല്ലാവർക്കും ബൈ. വേറു കൃത്യം കാണിക്കുന്നത് ഒരു തെറ്റാണ്. എല്ലാവരും ഒരുപോലെ കാണുവാൻ ശ്രമിക്കുക. ഇല്ല, ഞാൻ അങ്ങനെ ഒരു വ്യത്യാസം ഒന്നും കാണിക്കുന്നില്ല. മറ്റുള്ളവരുമായിട്ട് ഒരു വ്യത്യാസവും ഇല്ല. എല്ലാവരും ഒരുപോലെ തന്നെയാണ് കാണുന്നത്. എല്ലാവരും അതന്നെ പറഞ്ഞത്. പങ്കെടുത്ത എല്ലാവർക്കും, ഉത്തരങ്ങൾ പറഞ്ഞവർക്ക്, പങ്കെടുത്തവർക്ക്, ചിരിപ്പിച്ചവർക്ക്, ഇതിനിടയിൽ വന്ന് തമാശകൾ പറഞ്ഞവർക്ക് ഒക്കെ നന്ദിയുണ്ട്. അത്ര നല്ലോണം ഇത് എന്താ പറയുക, പങ്കെടുത്തവർക്ക്. എനിക്കിങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നതന്നെ നിങ്ങളുടെ കമന്റ്സിന് വായിച്ചുകൊണ്ടല്ലേ എനിക്കിങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നന്നായിരിക്കട്ടെ. ഇവിടെ അടി വേണ്ട. അജിത് രാജു അണ്ണൻ തല്ല് വേണ്ട. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കാന്താ ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. കാന്തേ നീയും പോരൂ തൃശ്ശൂർ പൂരം കാണാൻ. അപ്പൊ ഹാപ്പി സൺഡേ. ബൈ.